ഞാൻ എൻ്റെ ജീവിതം ആദ്യം തുടങ്ങുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റുകാരനാണ്. അതായത് അത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികളാണെങ്കിലും അന്ന് 1956 മുമ്പേ വരെ പിന്നെ അവിടെ അച്ഛൻ തമിഴ്നാട്, പിന്നെ അവിടെ മണ്ടക്കാട്ട് സ്കൂളിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷം 1956 ശേഷം അവിടെ തന്നെ അങ്ങ് തുടരുകയും കന്യാകുമാരി ദേവസ്വം ബോർഡിൻ്റെ സ്കൂളായിരുന്നു മണ്ടക്കാട്ട് സ്കൂൾ. അപ്പോൾ അവിടെ തന്നെ തുടരുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസമൊക്കെ ആദ്യകാലം തൊട്ടേ അവിടെയായിരുന്നു. ത്രൂ ഔട്ട് മണ്ടക്കാട്ട് തന്നെയാണെന്ന് പറയാം. ഗ്രാജുവേഷൻ വരെ മണ്ടക്കാട്ട് ചെറിയ വില്ലേജ് ആണെങ്കിലും അവിടെ കോളേജുണ്ട്, ഹൈസ്കൂളുണ്ട്, പിന്നെ ആദ്യം നമ്മുടെ പ്രൈമറി സ്കൂളും ഉണ്ട്. അപ്പോൾ പ്രൈമറി സ്കൂളിൽ അവിടെ തന്നെ ഗവൺമെൻറ് സ്കൂളാണ്. അത് കഴിഞ്ഞപ്പോൾ 6ാം ക്ലാസ് മുതൽ അന്ന് 11 11th ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ലക്ഷ്മീപുരം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞ് അവിടെ കോളേജും ഉണ്ട്. ഇതെല്ലാം ഒരു വിത്തിൻ 2 കിലോമീറ്റർ റേഡിയസിലാണ്. അപ്പോൾ ആൾക്കാർ പഴയ കഥകൾ പറയുമല്ലോ, ഈ നടന്നു പോകുന്നതും വയലിൻ്റെ വരമ്പിലും അങ്ങനെയുള്ളതൊന്നുമില്ല. മണ്ടക്കാട് നിന്ന് വരുമ്പോൾ ആൾക്കാർക്ക് തോന്നിയൊരു കാടാണെന്ന്. പക്ഷേ മണ്ടക്കാട് അവിടുത്തെ ദേവിയുടെ ഒരു വലിയൊരു, മണ്ടക്കാട് ദേവി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രസിദ്ധമായ ഒരു അമ്പലമാണ്. കൂടുതലും മണ്ടക്കാട് തമിഴ്നാട്ടിലാണെങ്കിലും അവിടെ വരുന്നത് 10 ദിവസം ഉത്സവമുണ്ട്. ഉത്സവത്തിൽ വരുന്നത് കംപ്ലീറ്റ് കേരളത്തിലുള്ളവരാണ്. അപ്പോൾ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാജുവേഷൻ വരെ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ എന്താ പറയുക, പഠിക്കുന്ന സമയം, മണ്ടക്കാട്ടിൻ്റെ ഇത് ഉത്സവ സമയം, ഇതെല്ലാം എല്ലാ ജീവിതം കംപ്ലീറ്റ് മണ്ടക്കാട് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ആ ഷെഡ്യൂളുമായിട്ട് എന്താ പറയുക അലൈൻ ചെയ്ത് പോകുന്ന ഒരു ജീവിതമായിരുന്നു. അത് ഒരു കണക്ക് നോക്കിയാൽ നല്ലതായിരുന്നു, കുറച്ചുകൂടെ സ്പിരിച്വലും ഒരു ഡിവൈനും ഇത് ഒരു കുറച്ച് എന്താ പറയുക ദൈവത്തിനെ കണ്ടുള്ള ഒരു സ്നേഹവും അങ്ങനെയൊക്കെ വന്ന ഒരു ജീവിതമായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് മണ്ടക്കാട് സ്കൂളിൽ പിന്നെ 5ാം ക്ലാസ് വരെ പഠിച്ചു, ഗവൺമെൻറ് സ്കൂളിൽ. അത് കഴിഞ്ഞിട്ട് അവിടെ പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അന്ന് ഹയർ സെക്കൻഡറി ഇല്ല, അന്ന് ഹൈസ്കൂളായിരുന്നു. അപ്പോൾ 11ാം ക്ലാസ് എൻ്റെ ബാച്ചാണ് ലാസ്റ്റ് ബാച്ച് 11. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് പോകണം. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഹയർ സെക്കൻഡറി വന്നു. ഹയർ സെക്കൻഡറി പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ബാച്ചിന് ശേഷം 10 + 10 + 2 അങ്ങനത്തെ +3 അതായിരുന്നു. അപ്പോൾ മണ്ടക്കാട് സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ ലക്ഷ്മീപുരം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ പോയി. അന്ന് ഹിസ്റ്ററി സ്റ്റുഡൻ്റാണ്. പിന്നെ അതിന് ഞങ്ങൾ അവിടെ എല്ലാവരും പറയുന്നത് പിന്നെ അണ്ടി ഓഫീസ് എന്നാണ് പറയുക ആ കോളേജിന്. പറയാൻ കാര്യമെന്ന് വെച്ചാൽ ആ വലിയൊരു ക്യാമ്പസാണ്. അതിൻ്റെ ബാക്കിൽ കംപ്ലീറ്റ് കാഷ്യൂ പ്ലാന്റേഷനാണ് 1. 2 അതിൻ്റെ ബാക്കിൽ 1-2 കാഷ്യൂ ഫാക്ടറീസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികളെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു വെച്ചാൽ കാഷ്യൂ ഫാക്ടറിയിലുള്ള വർക്കേഴ്സിനും കുട്ടികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മിക്കവാറും ഇവിടെ സ്ട്രൈക്കാണ്. അവിടെ മിക്കവാറും ക്ലാസ് നടക്കില്ല. ഞാൻ എൻ്റെ PUC 1 വർഷമാണ്. PUC എനിക്ക് തോന്നുന്നു ഞാൻ ടോട്ടൽ ഒരു 20-25 ദിവസം മാത്രമേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നല്ല നല്ല ടീച്ചേഴ്സ് ഉള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷെ അവിടെ മാനേജ്മെൻറ്റ് പ്രൈവറ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു. 2 കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ചില എന്താ പറയുക അൺട്രസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അത് പ്രീ ഡിഗ്രി അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഗ്രാജുവേഷനും അവിടെ തന്നെ ചെയ്തു. പക്ഷെ അതിലുള്ളൊരു വലിയ തമാശ എന്ന് വെച്ചാൽ അവിടെ ഈ അണ്ടി ഓഫീസ് എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് അതൊരു നല്ലൊരു എന്താ പറയുക ഒരു കോളേജായിരുന്നു. ഒരു ലക്കി ഒരു സ്പേസ് ആയിരുന്നു ആ കോളേജ്. 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് തമിഴ്നാട്ടിൽ 2 വലിയ യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ. ഒന്ന് സൗത്ത് കംപ്ലീറ്റ് മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയും പിന്നെ അങ്ങേ വശത്ത് നോർത്തിൽ മദ്രാസ് യൂണിവേഴ്സിറ്റി. അങ്ങനെ എനിക്ക് BA അന്ന് പിന്നെ ആരും പ്രതീക്ഷിച്ചില്ല, ഞാനും പ്രതീക്ഷിച്ചില്ല, പക്ഷെ റാങ്ക് കിട്ടി. അപ്പോൾ അങ്ങനെ റാങ്ക് കിട്ടിയപ്പോൾ പിന്നെ അന്ന് ഞാനവിടെ വലിയൊരു ആളായിരുന്നു. അവിടെ ഒന്നാമത്തെ കാര്യം അവിടെ പഠിക്കാൻ തന്നെ ആൾക്കാർ പോകില്ല. കുറച്ചൊക്കെ സൗകര്യമുള്ളവർക്ക് അവിടെ നിന്ന് നേരെ നാഗർകോവിലാണ് പോകുന്നത്. നാഗർകോവിൽ ST ഹിന്ദു കോളേജ്, ക്രിസ്ത്യൻ കോളേജ്, അങ്ങനെയുള്ള വലിയ വലിയ കോളേജുകളൊക്കെ, പയനിയർ കുമാരസ്വാമി കോളേജ്, ഇതൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ കയ്യിൽ കുറച്ച് കാശൊക്കെ ഉള്ളവർ അങ്ങോട്ടാണ് പോവുക. നമ്മൾ പിന്നെ എന്താണെങ്കിലും വീട്ടിൻ്റെ അടുത്തുള്ളൊരു കോളേജുമാണ്. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ എൻ്റെ ഫാദറിനും അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്, അവിടെ പഠിച്ചു. അതുകൊണ്ട് ഒരു റിഗ്രറ്റും ഇല്ല. അപ്പോൾ അവിടെ കഴിഞ്ഞപ്പോൾ റാങ്ക് കിട്ടി. പിന്നെ അത് കഴിഞ്ഞപ്പം അപ്പോൾ നാച്ചുറലി മധുരൈ യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററി സ്റ്റുഡൻ്റാണ്. അവിടെ മധുരൈ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഇൻവിറ്റേഷൻ വന്നു. വൈസ് ചാൻസലർ എന്താ പറയുക പിന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയും അദ്ദേഹം എന്നെ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിൽ വന്ന് ജോയിൻ ചെയ്യണം. പിന്നെ ഇതായതുകൊണ്ട് നമുക്ക് റാങ്കൊക്കെ കിട്ടിയതുകൊണ്ട് അവിടെ വരണം, ഒരു സ്പേസ്, അവിടെ ഒരു സീറ്റുണ്ട്, യു ക്യാൻ കം ആൻഡ് ജോയിൻ. അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ മധുരയിൽ പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞു. അവിടെ എനിക്ക് റാങ്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ തന്നെ പിന്നെ MPhil ജോയിൻ ചെയ്തു. എന്നുവെച്ചാൽ അന്ന് MPhil അഡ്മിഷൻ കിട്ടാനും വലിയ പാടാണെന്ന് വെച്ചാൽ ഞങ്ങളവിടെ അന്ന് 15 സീറ്റുണ്ട്. 15 സീറ്റിൽ 5 സീറ്റ് മാത്രമേ ഉള്ളൂ ഈ ഫ്രഷ് കുട്ടികൾക്ക്. ബാക്കിയുള്ള 10
ഫാക്കൽറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒന്നുണ്ടായിരുന്നു, FIB. അപ്പോൾ FIBയിലേക്കുള്ള ടീച്ചേഴ്സ് 10 പേരും ഞങ്ങൾക്ക് 5 പേരും. അപ്പോൾ അങ്ങനെ അവിടെ MPhilഉം കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പം ഞാൻ ജേർണലിസത്തിൽ വരാനുള്ള കാരണം, ജേർണലിസം ഒന്നും പഠിച്ചിട്ടില്ല, പത്രം വായിക്കുമായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ അച്ഛൻ ജേർണലിസമായിട്ട് ബന്ധമുള്ള ഒരാളായിരുന്നു. അത് അച്ഛൻ സ്കൂളിൽ ടീച്ചറാണെങ്കിലും അച്ഛൻ ഒരു പാർട്ട് ടൈമായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് കറസ്പോണ്ടൻ്റായിട്ട് കുറേ കാലം നാറുകോലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ UNAയിലും അത് കഴിഞ്ഞ് പാർട്ട് ടൈം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ എല്ലാ പത്രങ്ങളും, തമിഴും മലയാളമല്ല തമിഴും, ഞാൻ പഠിച്ചത്രയും തമിഴാണ്, ഞാൻ പറഞ്ഞല്ലോ, തമിഴ് വരും, പിന്നെ ഇംഗ്ലീഷ് പത്രങ്ങൾ വരും, ഇന്ത്യൻ എക്സ്പ്രസ്സും ഹിന്ദുവും വരും. അങ്ങനെ പത്രങ്ങളുമായിട്ട് ഒരു വായന അന്നേ ഉണ്ട്, അല്ല ഡീപ്പായിട്ടുള്ള വായനയില്ല. പിന്നെ ജേർണലിസ്റ്റ് ആണെന്നുള്ള താല്പര്യം ഉണ്ടായിട്ട് ഇതൊക്കെ വായിക്കുന്നതുമല്ല. പക്ഷേ എന്തോ ജേർണലിസ്റ്റിൽ വന്ന് പെട്ടുപെടാൻ കാരണമൊന്നുമല്ല. ഞാൻ MA കഴിഞ്ഞു, MPhilഉം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ദിവസം ചോദിച്ചു, ജേർണലിസ്റ്റിൽ വല്ലതും താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ വേറെ ഒരു ജോലിയും കിട്ടാത്ത സ്ഥിതിക്ക് വേണമെങ്കിൽ നോക്കാം. ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ്. അന്നൊക്കെ MPhil കഴിഞ്ഞാൽ കോളേജുകളിലൊക്കെ ഉടനെ കിട്ടും. പിന്നെ ചില സ്ഥലങ്ങളിൽ മാനേജ്മെൻറ്റ് കോളേജുകളുണ്ട്, അവിടെയാണെങ്കിൽ നമുക്ക് ചിലപ്പം പിന്നെ ഇത് കൊടുക്കേണ്ടി വരും, ഡൊനേഷൻ കൊടുക്കേണ്ടി വരും. അത് വലിയ എമൗണ്ട് ഒന്നുമില്ല. അന്നത്തെ 25,000 റുപ്പീസൊക്കെ കൊടുത്താൽ നല്ല കോളേജിൽ കിട്ടും. പക്ഷെ അന്ന് 25,000 വലിയ എമൗണ്ടാണ്. കോളേജ് ടീച്ചേഴ്സിനൊക്കെ അന്ന് 1,200 റുപ്പീസൊക്കെ ഉള്ളൂ ശമ്പളം. പക്ഷേ 25,000 റുപ്പീസ് ഇത് കൊടുക്കേണ്ടി വരും. പക്ഷെ അതൊന്നും വേണ്ടെന്ന് ഒരു കാര്യം ചെയ്യും, ജേർണലിസം നല്ലതാണ്, ഒന്ന് നോക്കൂ, ഒന്ന് ട്രൈ ചെയ്യുന്നു. അങ്ങനെയാണ് ജേർണലിസത്തിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ജേർണലിസത്തിലേക്ക് വരാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അച്ഛനാണ്. പക്ഷെ അച്ഛൻ വലിയ ജേർണലിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അദ്ദേഹം സ്കൂളിൽ ടീച്ചറായിരുന്നു. പക്ഷേ ജേർണലിസ്റ്റിൽ താല്പര്യമുള്ളതുകൊണ്ട് സ്ട്രിങ്ങറായിട്ട് വർക്ക് ചെയ്ത് സ്റ്റോറി കൊടുക്കും, വൈകുന്നേരങ്ങളിൽ സ്റ്റോറി കൊടുക്കും. അത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അല്ല, അന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അല്ല, ഇന്ത്യൻ എക്സ്പ്രസ്സിനും അത് കഴിയുമ്പോൾ പിന്നെ UNAയ്ക്കും കൊടുക്കുമായിരുന്നു. അങ്ങനെ വന്ന് ആണ് ഞാൻ UNAയിൽ വരാനുള്ള കാരണം. 1955 ഞാൻ UNAയിൽ വന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ പോസ്റ്റിംഗ് ചെന്നൈയിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മദ്രാസ്, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ ട്രിവാൻഡ്രത്തേക്ക് വന്നു. ട്രിവാൻഡ്രത്തേക്ക് ഞാൻ വരുന്നത് 1986-ലാണ്. 86 വന്നു. പിന്നെ അന്ന് മിസ്റ്റർ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. അപ്പം അന്ന് UNAയുടെ ഇവിടുത്തെ ചീഫ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ KRV നായർ സാറാണ് അന്ന്. പിന്നെ ബൽറാം സാർ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാമല്ലോ. ബൽറാം സാർ ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ എന്താ പറയുക, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് UNAയുടെ ചീഫായിരുന്നു. സാർ റിട്ടയർ ചെയ്തിട്ട് മിസ്റ്റർ KRV നായർ സാർ വന്നു. അദ്ദേഹം വന്നപ്പോഴാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അന്ന് വേറെ ആരുമില്ല, ഞങ്ങൾ 3 ജേർണലിസ്റ്റാണുള്ളത്. രവി സാർ എന്ന് പറയും, മിസ്റ്റർ രവീന്ദ്രൻ നായർ, രവീന്ദ്രൻ നായർ, അദ്ദേഹം, ഞാൻ, പിന്നെ KRV നായർ സാറ്. പിന്നെ അന്ന് പിന്നെ UNA എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ടെലിപ്രിൻ്ററിൻ്റെ കാലമാണ്. അന്ന് കൂടുതൽ 3 ജേർണലിസ്റ്റ് ഉണ്ട്, പക്ഷേ നോൺ ജേർണലിസ്റ്റ് അന്ന് ഏകദേശം ഒരു 20-22 പേര് അന്നുണ്ട്. എന്നുവെച്ചാൽ അന്ന് ഈ ടെലിപ്രിൻ്ററിൻ്റെ എന്താ പറയുക, റീഡ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയും. നമ്മൾ കൊടുക്കുന്ന സ്റ്റോറീസ് നമ്മൾ ടൈപ്പ് റൈറ്ററിലാണല്ലോ ഒന്ന് അടിക്കുക. അന്ന് ടൈപ്പ് റൈറ്ററിൽ അടിച്ചിട്ട് ക്രീഡ് റൂമിൽ കൊടുക്കുക. ക്രീഡ് റൂമിൽ കൊടുക്കുമ്പം അവരത് പഞ്ചിങ് എന്ന് പറയും, പഞ്ച് ചെയ്ത് ഇത് അയക്കണം. അപ്പം 24 hours ആയതുകൊണ്ട് സ്റ്റാഫ് കൂടുതലാണ്, നോൺ ജേർണലിസ്റ്റ് കൂടുതലാണ്. പിന്നെ ടെലിപ്രിൻ്ററുണ്ട്, ടെലിപ്രിൻ്ററിൻ്റെ മെയിൻ്റനൻസിന് ആവശ്യമായിട്ടുള്ള ടെക്നീഷ്യൻസ്, എഞ്ചിനീയേഴ്സ് അവരുണ്ട്. പിന്നെ ഓരോ പത്ര ഓഫീസുകളിലും ഇവിടെ നിന്നുള്ള ഈ ന്യൂസ് കൊടുക്കാൻ ചിലപ്പം വർക്ക് ചെയ്യുന്നില്ല, ചിലപ്പം കറണ്ട് പോയെങ്കിൽ അവർക്ക് കൊണ്ട് കൊടുക്കണം ഈ സാധനം. അപ്പോൾ അതിന് വേണ്ടി മെസ്സഞ്ചേഴ്സിന് വെച്ചിട്ടുണ്ട്. പ്രസ് റിലീസ്, നമ്മളെ ഗവൺമെൻറ് പ്രസ് റിലീസൊക്കെ അന്ന് പോയല്ലേ എടുക്കുന്നത്. അന്ന് ഇന്നത്തെ പോലെ നമുക്ക് ഓൺലൈനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനുള്ള സ്റ്റാഫുണ്ട്. അപ്പം അങ്ങനെ നിറയെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥാപനമാണ് അന്ന് UNA. ഇന്നിപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം ഓൺലൈനിൽ ജേർണലിസ്റ്റ് തന്നെ അവർ അടിക്കുന്നു, അവർ ഡയറക്റ്റായിട്ട് ഡെസ്കിലേക്ക് കൊടുക്കുന്നു, ഡെസ്കിൽ എഡിറ്റ് ചെയ്യുന്നു, നേരെ പത്ര പ്രിൻറ്റിങ്ങിലേക്ക് പോകുന്നു. പണ്ട് അങ്ങനെയല്ല. ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സാണ്. അതിപ്പം പത്ര ഓഫീസിലായാലും അങ്ങനെയാണ്, ഏജൻസീസിൽ UNAയിലും PTAയിലും മാത്രമേ ഉള്ളൂ. അന്ന് UNAയും പിന്നെ PTA മാത്രമല്ലേ ഉള്ളൂ. PNA ഒക്കെ പിന്നീടാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്ത് വരുന്നത്. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഏജൻസിയിലെ ബാക്കിയുള്ള ആൾക്കാരെ പോലെ, ബാക്കിയുള്ള പിന്നെ പത്രപ്രവർത്തകരെ പോലെ ഉള്ള ഒരു സമയത്തിൻ്റെ വ്യത്യാസമുണ്ട്. നമുക്കിപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഏജൻസിയിൽ എല്ലാം അന്ന് അപ്പോഴപ്പോഴും കൊടുക്കണം. ഇന്നിപ്പോൾ ആവശ്യമില്ല, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ അതിനെക്കാട്ടി നേരത്തെ കൊടുക്കും. പക്ഷേ അന്ന് എല്ലാവരും ഏജൻസിയാണ് നോക്കിയിരിക്കുന്നത്. നമ്മളിപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് സംഭവിച്ചാലും അത് ആദ്യം കൊടുക്കുന്നത് ഏജൻസിയാണ്. അപ്പോൾ അന്ന് MD പിന്നെ UNAയിലൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വന്നു കഴിഞ്ഞാൽ ഫ്ലാഷ് എന്ന് പറഞ്ഞ് ബെല്ലടിക്കും. പലർക്കും അന്നത്തെ ജേർണലിസ്റ്റിനൊക്കെ അറിയാം. ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ട് ബെല്ല് ഡിങ് 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 അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓടിപ്പോയി എല്ലാവരും നോക്കും, ഡെസ്കിൽ നോക്കുമ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കും.
അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഫോളോ അപ്പ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ജേർണലിസ്റ്റ്, ഏജൻസി ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം, ഒരു ട്രെയിൻ ആക്സിഡൻറ്റ്, പെരുമൺ ട്രെയിൻ ആക്സിഡൻറ്റ് സംഭവിച്ചു. ട്രെയിൻ ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പത്രക്കാരന് സമയം കിട്ടും, അദ്ദേഹത്തിന് അവിടെ പോയി അതൊക്കെ കണ്ട് ഒരു റിപ്പോർട്ട് ചെയ്താൽ മതി. പക്ഷേ ഏജൻസിയിലുള്ള ആൾക്ക് അത് പറ്റൂല, ആൾക്ക് ഉടനെ അത് അറിയിക്കണം ലോകത്തിൽ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങേര് കിട്ടുന്ന സോഴ്സ് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഫിഗർ പറയണം. അറ്റ്ലീസ്റ്റ് 100 പീപ്പിൾ വെയർ ഫിയർഡ് കിൽഡ് എന്ന് പറയണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 50 പീപ്പിൾ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ആക്സിഡൻറ്റ് ആദ്യം അസസ് ചെയ്യണം. അത് നല്ല ഒരു ജേർണലിസ്റ്റാണ്. പിന്നെ ഏജൻസി ജേർണലിസ്റ്റ് ആണെങ്കിൽ ഏജൻസി ജേർണലിസ്റ്റിന് പറ്റും. ഞാൻ അത് പലതവണയും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പെരുമണ്ണിന് ഞാൻ ആദ്യം 100 എന്ന് പറഞ്ഞു, ലാസ്റ്റിൽ ഇത് എൻഡ് അപ്പ് വിത്ത് ദി ഫിഗർ ഓഫ് 106, 106 ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യം ഞാൻ അവിടെ പോയി അവിടെ നമ്മൾ ഇതെല്ലാം അന്ന് ഇതുപോലെ വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പം റെയിൽവേയിൽ നമ്മൾ വിളിക്കുമല്ലോ, ഡെയിലി വൈകുന്നേരം ആകുമ്പോൾ റെയിൽവേ പോലീസ് ഇവിടെ ഒക്കെ വിളിക്കും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി. അപ്പം അന്ന് ഇങ്ങനെയാണ് സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഇമ്മീഡിയറ്റ്ലി ഒരു കാർ എടുത്ത് അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോഴാണെങ്കിൽ അവിടെ പെരുമഴ. പക്ഷേ ഈ പെരുമൺ ഞാൻ പറയാൻ കാര്യം വെച്ചാൽ പെരുമണ്ണുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ജേർണലിസത്തിൽ. എന്താ വെച്ചാൽ ഞാനന്ന് ഒരു 88 മറ്റാണെന്ന് തോന്നുന്നു അല്ലേ, എന്നാണ് ഓർമ്മ എൻ്റെ. എന്തോ അന്നൊരു ഞാൻ എൻ്റെ കബ് റിപ്പോർട്ടറാണ്. പക്ഷേ ഇത് കേട്ട ഉടനെ ഞാൻ നേരെ ചീഫിനോട് പോയി, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഞാനൊരു കാർ എടുത്ത് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അന്ന് ഇന്നത്തെ പോലെ കാറൊന്നും ഇല്ലല്ലോ, കാറൊക്കെ വളരെ റെയർ അല്ലേ, കാർ എടുത്ത് പൊക്കോട്ടെ. അപ്പം സാറ് ചോദിച്ചു കാറിൻ്റെ ആവശ്യമുണ്ടോ, ഒരു കൊല്ലത്ത് പോയിട്ട് ബസ്സിൽ പോയിട്ട്. ഞാൻ പറഞ്ഞു അതിനുള്ള ഇതില്ല, എന്തായാലും ഞാനൊരു ടാക്സി എടുത്തോട്ടെ ചോദിച്ചു. എന്നുവെച്ചാൽ ശാസ്ത്രമംഗലം ഞങ്ങൾ ഓഫീസിൻ്റെ അടുത്ത് തന്നെ ടാക്സി സ്റ്റാൻഡുണ്ട്. അപ്പം ഞാൻ അപ്പം തന്നെ പോയി ഒരു ടാക്സി സ്റ്റാൻഡ് എടുത്തു. എന്നുവെച്ചാൽ അന്ന് കാര്യങ്ങളൊക്കെ റിജിഡാണ്. ഒരു പൈസ എന്ന് പറഞ്ഞാൽ ഒരു ടാക്സി എടുത്തെന്ന് പറഞ്ഞാൽ ഉടനൊന്നും പൈസ കിട്ടൂല, ഡൽഹിയിൽ നിന്ന് സാങ്ഷൻ ചെയ്ത് വന്നാലേ പൈസ കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ടായിരിക്കും സാർ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഞാനന്നൊരു കബ് റിപ്പോർട്ടറല്ലേ, എനിക്ക് എൻ്റെ നല്ല ഒരു എനർജിയൊക്കെ ഉള്ളൊരു കാലമല്ലേ. ഉടനെ തന്നെ അത് കിട്ടി, ഉടനെ അങ്ങോട്ട് പോയി അവിടെ നിന്നുകൊണ്ട്. അപ്പം അന്നും ഇതുപോലെ മൊബൈൽ ഫോണോ പിന്നെ എന്താ പറയുക, പിന്നെ ഫോൺ ബൂത്തിലൊക്കെ പോയില്ലേ ഫോൺ ചെയ്യാൻ പറ്റുള്ളൂ, എങ്ങനെയൊക്കെയോ. അപ്പം ഇവിടെ ഓഫീസിലെല്ലാവരും റെഡിയാണ്, നമ്മൾ സിസ്റ്റംസും നമ്മളെ ചീഫും എല്ലാം റെഡിയാണ്. ഞാൻ പോയി അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം. എൻ്റെ ഫസ്റ്റ് വാർത്ത തന്നെ അറ്റ്ലീസ്റ്റ് 100 പീപ്പിൾ വെർ ഫിയർഡ് കിൽഡ് എന്ന് പറയും. എന്താണ് അങ്ങനെ പറഞ്ഞു എനിക്കറിയാം, പക്ഷെ പറഞ്ഞു സംഭവം. അത് ഡൽഹിയിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഇത്ര വലിയ ആക്സിഡൻറ്റ് 100 പീപ്പിളൊന്നും ആയിരിക്കില്ല, കുറഞ്ഞ 200 എങ്കിലും കാണും. അപ്പോൾ അവരെന്ത് ചെയ്തു, അറ്റ്ലീസ്റ്റ് 200 പീപ്പിൾ വെർ കിൽഡ് എന്ന് പറഞ്ഞ് അവർ കൊടുത്തു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ എല്ലായിടത്തും നമ്മളതാണ്, PTI പോലും 150 എന്തൊക്കെ കൊടുത്തെന്നുള്ളത്. നമ്മൾ നോക്കിയപ്പോൾ ടോള് കൂടുതലാണ്. അപ്പോൾ ലാസ്റ്റ് നോക്കിയപ്പോൾ ഇത് ഒരാൾ ചെയ്ത മിസ്റ്റേക്കാണ്. പിറ്റേ ദിവസം പത്രങ്ങളിൽ വരാൻ വേണ്ടി ഇയാൾ വച്ച് കാച്ചിയതാണ്. ഏത് 200 പീപ്പിൾ വെർ കിൽഡ് എന്ന് പറഞ്ഞു. പക്ഷേ ലാസ്റ്റിൽ ഇതെല്ലാം വന്ന് പിന്നെ അവിടെ അതൊരു ഡിസ്കഷനൊക്കെ വന്നു ഞങ്ങൾ ഓഫീസിൽ, എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം. അവിടെ ഫീൽഡിലിരിക്കുന്ന ഒരാൾ പറയുന്നത് കൊടുക്കുക, അല്ല ഫീൽഡിലിരിക്കുന്ന ആൾക്കല്ലേ അറിയാവൂ. അന്നിപ്പോൾ വലിയ ടെലിവിഷൻസും ഇല്ല നിങ്ങൾക്ക് കാണാൻ, ഇന്നത്തെ പോലെ ലൈവായിട്ട് ടെലിവിഷൻസും ഇല്ല. എന്നിട്ട് ഇയാൾ എങ്ങനെയാണ്, ഹൗ ഡിഡ് യു കം അറ്റ് ദിസ് ഫിഗർ ഓഫ് 200? അവിടെ ഫീൽഡിലിരിക്കുന്ന ആൾ പറയുന്നത് 100 എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെയാണ് 200 ആക്കുക എന്ന് പറഞ്ഞ് അതൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു വലിയൊരു ഇത് പറഞ്ഞുതരാം. അതായത് അന്ന് ലോകം ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്ത കൊടുത്തു. അത് കഴിഞ്ഞാൽ വലിയ വാർത്ത, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയൊരു വാർത്തയാണ്, പക്ഷെ അത് വലിയൊരു വാർത്തയായിട്ട് വന്നു. എങ്ങനെയെന്ന് വെച്ചാൽ അന്ന് നമ്മളെ ഇവിടുത്തെ സ്പോർട്സ് മിനിസ്റ്ററായിട്ടിരുന്നു, സ്പോർട്സ് ആൻഡ് റെയിൽവേസിൻ്റെ മിനിസ്റ്ററായിരുന്നത് മിസ്റ്റർ നീല ലോഹിദാസൻ നാടാരായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നു. അപ്പോൾ ഞാൻ നേരത്തെ പോയി, ഐ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ടു റീച്ച്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നത്. ഞാൻ ഇന്ന് നല്ല കാലത്തിന് കാർ പിടിച്ച് നേരെ പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, നാരായണൻ എന്ന് പറയും. പിന്നീട് അദ്ദേഹം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ പോയി. അപ്പോൾ ഞാൻ നാരായണനും കൂടെയാണ് പോണത്. നാരായണൻ ഫോട്ടോഗ്രാഫറാണ്. ഞങ്ങൾ UNA-യിലൊക്കെ അന്ന് ഫോട്ടോ സർവീസ് തുടങ്ങിയ സമയം ഞങ്ങളുടെ കൂടെ പോയി അവിടെ പോയി എല്ലായിടത്തും. അപ്പോൾ നീല ലോഹിദാസൻ നാടാർ വന്നു. അപ്പോൾ അദ്ദേഹം അറിയാം, നല്ല പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ചു, ഒരു ഇൻ്റർവ്യൂ പോലും എടുത്തു. അയാൾ പറഞ്ഞു ഇത് സെൻട്രൽ ഗവൺമെൻറ് നെഗ്ലിജൻസ് ആണ് സ്റ്റേറ്റിനോടുള്ളത്. അപ്പോൾ അതുകൊണ്ടുള്ള ഇത് വേണ്ട സമയത്ത് ഡബിളിങ് നടക്കുന്നില്ല, റിപ്പയർ നടക്കുന്നില്ല, പിന്നെ നല്ല കോച്ചുകൾ തരുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു സാധനം പറഞ്ഞു. അപ്പം അത്ര വലിയൊരു ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലത്ത് ഇത് സാധാരണ ഒരു ജേർണലിസ്റ്റിന് ഒരു ചെറിയ വാർത്ത, ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് തോന്നിയേക്കാം. പക്ഷേ എനിക്കെന്തോ അതൊരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് തോന്നി. ഞാൻ അത് കൊടുത്തു. ലാസ്റ്റിൽ പിറ്റേ ദിവസം നോക്കിയപ്പോൾ എന്താ വെച്ചാൽ BBC മെയിൻ ലീഡ് ഇതാണ്, കേരള മിനിസ്റ്റർ അക്യൂസസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓഫ് നെഗ്ലിജൻസ് എന്നുള്ളതാണ് ന്യൂസ്. അവർക്ക് വേറെ ഒന്നും പറയാനില്ല ചെല്ലേ, അവർ ഇത് വെച്ചാണ്. അപ്പം നമ്മളിതിൽ വരണ്ടു പോയി. എന്താണ് ഒന്നുമില്ലാത്തൊരു കാര്യം നമ്മൾ ചുമ്മാ ഒരു ഫ്ലൂക്കിന് കൊടുത്തൊരു വാർത്ത. അതല്ല ഒരു ജേർണലിസ്റ്റ് ഒരു വലിയ വാർത്തയായിട്ടൊന്നും തോന്നാൻ സാധ്യത ഉണ്ടെന്ന് ഇന്നും തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സംഭവം വന്ന് ഭവിച്ചത് അതൊരു വലിയൊരു ന്യൂസായിട്ട് വന്നു. അപ്പം അതൊരു എന്താ പറയുക, എൻ്റെ പ്രൊഫഷണൽ കരിയറിൽ തന്നെ എന്താ പറയുക ഒരു പാഠമാണ്. ഒന്നും നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല.
ചിലത് എവിടെ നിന്നാണ് ഒരു സാധനം വരുന്നതെന്നുള്ളത് അതിൽ മാത്രം ന്യൂസിൽ നിന്നല്ല, ലൈഫിൽ തന്നെ നോക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, ബട്ട് വിച്ച് മേ മേക്ക് എന്താ പറയുക ക്രിയേറ്റ് ബിഗ് ഇമ്പാക്റ്റ്. ഏതാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ളതും എപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല ലൈഫിൽ. അപ്പോൾ അത് പഠിച്ച വലിയ പാഠമായിരുന്നു. അത് എനിക്ക് പിന്നെ ഞാൻ ഓൺട്രപ്രനർ ആയപ്പോഴും എനിക്ക് അത് നല്ലൊരു വരണം ആ ഒരു ചിന്ത എന്നെ നിറയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചില നമ്മളൊരു പോസിറ്റീവായിട്ട് ഒന്നും വേസ്റ്റ് അല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇത് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ ജേർണലിസത്തിൽ കാട്ടി കൂടുതൽ എൻ്റെ കോൺട്രിബ്യൂഷൻ കാട്ടി കൂടുതൽ ജേർണലിസ്റ്റിനെ ഓർഗനൈസ് ചെയ്യുന്നതിലായിരുന്നു. അതിൽ ഞാൻ നല്ലൊരു പരിധി വരെ ഞാൻ അതിൽ സക്സസ്ഫുൾ ആയി എന്ന് ഞാൻ സ്വന്തം വിശ്വസിക്കുന്നതല്ല, പലരും പറയുന്നതും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പറയാൻ കാര്യം വെച്ചാൽ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ പഠിച്ചത് അത്രയും തമിഴിലാണ്, പക്ഷേ എനിക്ക് പോസ്റ്റിംഗ് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് എല്ലാം മലയാളത്തിലാണ്. അപ്പം മലയാളം പറയും വീട്ടിൽ, മലയാളം പറയാനൊക്കെ അറിയാം. അത്ര നല്ല മലയാളമൊന്നും പറയാൻ പറ്റില്ല, അറിയാമല്ലോ, കരയോട് ഡിസ്ട്രിക്റ്റിലുള്ള മലയാളം അറിയാമല്ലോ, അങ്ങനത്തെ ഒരു മലയാളമൊക്കെ അറിയാം. പക്ഷെ എന്നാലും ഇവിടെ വന്ന് മലയാളമൊക്കെ ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ മലയാളത്തിൽ പറയുന്നത് ഞാൻ തമിഴ് ലിപിയിൽ എഴുതിയെടുക്കും. മനസ്സിലായില്ലേ? തമിഴ് ലിപിയിൽ എഴുതിയെടുക്കും. പോസിറ്റീവ് ഒരു മലയാളത്തിൽ ഒരാൾ എഴുതുന്ന അതേ സ്പീഡിൽ എനിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാവരും പറയും, അന്നത്തെ എന്നെ കുറിച്ച് പറയുന്നൊരു ജോക്ക് അതാണ്. മലയാളത്തിൽ പറയുന്നത് തമിഴിൽ എഴുതിയിട്ട് തമിഴ് ലിപിയിൽ എഴുതിയെടുത്തിട്ട് അത് ഇംഗ്ലീഷിൽ അടിച്ചിട്ട് പിന്നെ ആ ഇംഗ്ലീഷിൽ അടിച്ച കാര്യം പിന്നെ പല ലാംഗ്വേജുകളിലും ആൾക്കാർ ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു. ചെയ്യണമല്ലോ. ഇവരുടെ സ്റ്റോറി ഇപ്പോൾ ഒറിയയിലും പിന്നെ എന്താ പറയുക പിന്നെ ബംഗാളിയിലും അല്ലെങ്കിൽ എന്താ പറയുക തമിഴിലും, ഞാൻ തമിഴിൽ എഴുതിയെടുത്ത സാധനം മലയാളത്തിലാക്കി, പിന്നെ മലയാളത്തിൽ പറഞ്ഞത് തമിഴിൽ എഴുതിയെടുത്ത് ഇംഗ്ലീഷിലാക്കി, പിന്നെ അത് തന്നെ പിന്നെ മലയാളത്തിൽ എടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ചില സ്റ്റോറി മലയാളത്തിൽ ചില ചെറിയ പത്രങ്ങളൊക്കെ എടുക്കുമല്ലോ, വലിയ പത്രങ്ങളിൽ ആളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു തമാശ നമ്മളെ കുറിച്ച്, എൻ്റെ ജേർണലിസ്റ്റിനെ കുറിച്ച് പലരും പറയാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ജേർണലിസ്റ്റിനെ കാട്ടി കൂടുതൽ ആദ്യകാലങ്ങളിൽ എന്നെ കൂടുതൽ ആകർഷിച്ചത് നമ്മളെ ജേർണലിസ്റ്റിൻ്റെതായിട്ടുള്ള അവരെ ഒരു വെൽഫെയർ എന്നുള്ളൊരു ആസ്പെക്റ്റ് ആയിരുന്നു. അത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ വന്നപ്പം തന്നെ പല ജേർണലിസ്റ്റിനും ശരിക്കും സാലറിയോ അങ്ങനെയുള്ളതിലൊക്കെ വളരെ പരിമിതമായ ഒരു ഇതായിരുന്നല്ലോ. അപ്പം ജേർണലിസ്റ്റിന് പോലും ഈ പശ്ചാത്തലത്ത് വേജ് ബോർഡൊക്കെ വന്നതിന് ശേഷമാണ് കുറച്ച് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് മുമ്പേ എല്ലാം അത്ര വലിയ പത്രങ്ങളിലുള്ളവർക്കും ഉണ്ടാവും കുറേ ആൾക്ക്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിന് ട്രിവാൻഡ്രത്ത് എത്ര പേർക്കോ, ഒരു 10 പേർക്കോ 15 പേർക്കോ നല്ലൊരു സാലറിയും കാര്യങ്ങളും സംവിധാനങ്ങളും കാണും. പക്ഷേ ബാക്കിയുള്ള എല്ലാവർക്കും അങ്ങനെ ഒരു സാലറി സിസ്റ്റം ഇല്ല. പിന്നെ പശ്ചാത്തലത്ത് വേജ് ബോർഡ് വന്നതിന് ശേഷമാണ് എല്ലാവർക്കും, ഇൻക്ലൂഡിങ് UNI, PTI, ബാക്കിയുള്ള പത്രങ്ങൾ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അങ്ങനെയാണ് എല്ലാവരെയും കേരളത്തിലേക്ക് ഉള്ള ജേർണലിസ്റ്റിൻ്റെ ഒരു നിലവാരം എന്ന് വെച്ചാൽ അവരെ എന്താ പറയുക പിന്നെ ഒരു ജീവിത രീതികളെല്ലാം മാറി തുടങ്ങിയത്. പക്ഷെ തമിഴ്നാട്ടിൽ അപ്പോഴും അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നില്ല. അവിടെ ഇന്നും വലിയ പത്രങ്ങളല്ലാതെ ബാക്കിയുള്ള പത്രങ്ങളിലുള്ളവർക്ക് വലിയൊരു എന്താ പറയുക ഒരു റെമ്യൂണറേഷനോ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ 1990 ഞാൻ പ്രസ് ക്ലബ്ബിൽ അന്ന് പിന്നെ സെക്രട്ടറിയായിട്ട് മത്സരിച്ചു. അന്ന് ജയിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഓർഗനൈസേഷണൽ ഇതിലേക്ക് വരുന്നത്. വന്നപ്പോൾ തന്നെ ഞാൻ അതുവരെ ഉണ്ടായിരുന്ന രീതിയിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു രീതി, അത് എങ്ങനെയാണ് ഇതിൻ്റെ കൂടെ ഇരുന്ന കമ്മിറ്റിയും എല്ലാം കൂടെ ആയിരിക്കണം, നമ്മൾ പലതും ഒക്കെ ചെയ്തു. അപ്പോൾ ആദ്യമായിട്ടാണ് ആ സമയത്ത്, അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അതുവരെ ഈ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ് സ്പോർട്സോ ഇവിടെ അല്ല, ഒരു സ്ഥലത്തും ഇല്ല, ലോകത്ത് തന്നെ ഇല്ല സ്പോർട്സോ, ഒരു ഗെറ്റ് ടുഗദറോ ഫാമിലി ഗെറ്റ് ടുഗദറോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ട്രിവാൻഡ്രത്തല്ല, കൊച്ചിയിലും ഇല്ല, കോഴിക്കോട്ടും ഇല്ല, ഡൽഹിയിലും ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല. അപ്പം നമ്മളാണ് ആദ്യമായിട്ടാണ് 1989 അന്ന് മിസ്റ്റർ ഹരികുമാർ, അദ്ദേഹം പിന്നെ മാതൃഭൂമിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹമായിരുന്നു സെക്രട്ടറി, ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അന്ന് മാധവണ്ണനാണ് അന്നത്തെ പ്രസിഡൻറ്റ്. വളരെ സീനിയറായിട്ടുള്ള എല്ലാവർക്കും അറിയാം മാധവണ്ണൻ എന്ന് പറഞ്ഞാൽ അന്നൊരു ആർക്കും മിസ് ചെയ്യാൻ പറ്റാത്തൊരു ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു മാധവണ്ണൻ. അപ്പോൾ മാധവണ്ണനായിരുന്നു പ്രസിഡൻറ്റ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് അങ്ങനെയാണ് 1989 ഫസ്റ്റ് എന്താ പിന്നെ സ്പോർട്സ് മേള തുടങ്ങുന്നത്. നമ്മൾ ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ, അതല്ല സെൻട്രൽ സ്റ്റേഡിയത്തിൽ, നമ്മൾ പ്രസ് ക്ലബിൻ്റെ നേരെ ഫ്രണ്ടിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ. അത് കഴിഞ്ഞപ്പം അടുത്ത വർഷം നമ്മൾ കുടുംബമേള, ഞാൻ അത് കഴിഞ്ഞ് സെക്രട്ടറിയായി, പിന്നെ കുടുംബമേള തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോഴും ആ ഇതൊക്കെ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, ഇപ്പം ലീഗ് വെച്ചിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. ഇപ്പോൾ പ്രസ് ക്ലബിലൊക്കെ ഭയങ്കര കാണുമ്പോൾ സന്തോഷം തോന്നും. എന്നുവെച്ചാൽ അവർ വേറൊരു ലെവലിൽ പോയി. നമ്മളന്ന് സാധാരണ നമ്മളെ മെമ്പേഴ്സിന് വേണ്ടി മാത്രം വെച്ച് മെമ്പേഴ്സിനും ഫാമിലി മെമ്പേഴ്സിനും വെച്ചിരുന്നത് മാറി ഇന്നിപ്പം
പിന്നെ എന്താ പറയുക ബാക്കിയുള്ള സെക്ഷനുമായിട്ട് മത്സരിക്കുന്ന രീതിയിലുള്ള ലീഗ് മാച്ചസും ഒക്കെയാണ് ഈ വർഷം നമ്മൾ ട്രിവാൻഡ്രം അത് ഇപ്പോഴും വേറൊരു സ്ഥലത്തും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ ചെയ്തിരുന്നു, ഈ തവണ ചെയ്തിരുന്നു, കഴിഞ്ഞ വർഷവും ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഓവറോൾ ഞാൻ പറയാൻ കാരണം നമ്മൾ തുടങ്ങിയ ഒരു സാധനത്തിൻ്റെ വേറൊരു ലെവലിലേക്ക് നമ്മൾ വെറും ജേർണലിസം അല്ലാതെ കുറച്ചുകൂടെ ചില പിന്നെ ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബിൽ മാത്രമാണ് ലിക്കർ ഒരു എന്താ പറയുക ഞാനുള്ള സമയത്തൊന്നും ലിക്കറൊന്നും അവിടെ അലോ ചെയ്യൂലായിരുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പ്രസ് ക്ലബ്ബുകളല്ല. ഇപ്പം ഡൽഹി പ്രസ് ക്ലബ്ബ് എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് തൊട്ട് ബാർ അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. പിന്നീടാണ് വേറെ ചില എന്താ പറയുക അൺഒഫീഷ്യലായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഇത് അന്നത്തെ ഇതിൽ നമ്മൾ ആദ്യം പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം ഉണ്ട്. അത് നമുക്ക് മുമ്പ് വരുന്ന ആൾക്കാരും അതിനെ വേറൊരു ലെവലിൽ തന്നെയാണ് പ്രസ് ക്ലബിനെ കണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് പിന്നെ ഇന്ത്യയിൽ തന്നെ 1961 നമ്മുടെ ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബ് തുടങ്ങുന്നത്. അപ്പോൾ അന്ന് തന്നെ അവിടെ ഒരു നല്ലൊരു ബിൽഡിങ്ങും കാര്യങ്ങളും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ സ്ഥലം ഇന്ത്യയിൽ നോക്കിയാലും നമ്മൾ ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബാണ് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം തുടങ്ങുന്നത്. പിന്നെ അതുപോലെ നീലാംബരൻ അങ്ങനെയുള്ള നീലാംബരൻ എന്നാണ് നമ്മളൊക്കെ വിളിക്കുക. അപ്പോൾ അദ്ദേഹമൊക്കെ ചേർന്നിട്ട് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിൻ്റെ ബിൽഡിംഗ്, അതും ഒരു റൗണ്ട് ബിൽഡിംഗ്. അത് അന്നത്തെ കാലം അതൊരു എഞ്ചിനീയറിംഗ് മാർവൽ എന്നാണ് പറയുക. ചില എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കാണുമായിരുന്നു. റൗണ്ട് ബിൽഡിംഗ്, അതും സിറ്റിയുടെ നടുക്ക്. അതൊക്കെ അന്നത്തെ ജേർണലിസ്റ്റ് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പം അങ്ങനെ ഒരു പാരമ്പര്യം ഇവിടെ ഉണ്ട്. ഒറിജിനൽ ബിൽഡിംഗ് 3-4 നില കഴിഞ്ഞിട്ട് മുകളിൽ പിന്നെയും അൺഫിനിഷ്ഡ് ആയിരുന്നു. ചില പൈസ ഇല്ല അതിനുശേഷം. അപ്പോൾ അവിടെ വെച്ച് നിർത്തി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 15 വർഷത്തിന് മുമ്പെയാണ് ഇത് ചെയ്യുന്നത്. അത് പേനയൊക്കെ വന്ന് അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ലിഫ്റ്റൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിലും കേസരി ജേർണലിസ്റ്റ് ടെസ്റ്റിലും വന്നു. അവിടെ വന്നപ്പം പിന്നെ ആദ്യമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ലിഫ്റ്റ് ഇല്ല. അപ്പോൾ എല്ലാവരും പ്രസ് ക്ലബ്ബിൽ പോകും, പക്ഷേ കേസരി ജേർണലിസ്റ്റ് ട്രസ്റ്റിൻ്റെ ബിൽഡിങ്ങിൽ വരത്തില്ല. എന്തുകൊണ്ട് വരാത്തതെന്ന് വെച്ചാൽ അവിടെ ലിഫ്റ്റ് ഇല്ല. പിന്നെ അവിടെ കുറച്ച് വാടക കൊടുത്തിരുന്നു. പിന്നെ അവിടെ ആക്ടിവിറ്റീസും വലുതായിട്ടൊന്നുമില്ല. അപ്പം ആ സമയത്താണ് ഞാൻ വരുന്നതിൻ്റെ കുറച്ച് മുമ്പേ തന്നെ ആ ഒരു പ്രോസസ്സ് തുടങ്ങി. അത് കഴിഞ്ഞ് അവിടെ ലിഫ്റ്റ് വെച്ചു. പിന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഹാള് കേസരി ഹാൾ എന്ന് പറയുന്ന ഒരു 5 സ്റ്റാർ ഒരു കോൺഫറൻസ് ഹാൾ വിത്ത് എ കപ്പാസിറ്റി ടു സീറ്റ് ഒരു 100-125 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളൊരു ഹാള് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങി. അന്ന് മിസ്റ്റർ AK ആൻ്റണി ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നു. മിസ്റ്റർ കരുണാകരൻ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരുന്നു ഇവിടെ ഡൽഹിയിൽ. അപ്പോൾ രണ്ടുപേരും ഉണ്ടായിരുന്നു നമ്മൾ ഇനോഗ്രേഷൻ്റെ അന്ന്. അപ്പം അന്ന് മിസ്റ്റർ ആൻ്റണി പറഞ്ഞു, പത്രക്കാർക്ക് ഇത്രയ്ക്ക് ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് വരെ ചോദിച്ചു പുള്ളി. എന്നുവെച്ചാൽ എല്ലാ വിചാരിക്കുന്ന പത്രക്കാരെന്ന് പറഞ്ഞാൽ എന്തോ ആണ്, അവർക്ക് എന്തിനാണ് ഇത്രയും വലിയ സംവിധാനം വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള അന്ന് അതുവരെ അവിടെ വരാത്തവരൊക്കെ അന്ന് ഇനോഗ്രേഷൻ്റെ അന്ന് വന്നവരൊക്കെ അന്ന് കണ്ടിട്ട് എന്താ പറയുക ഒരു അത്ഭുതം തന്നെ പറയാം. ചില ഇങ്ങനെ ഒരു പുതിയതായിട്ടുള്ള ഒരു കോസി ബിൽഡിംഗ് വിത്ത് ലൈറ്റിങ് ഇത് ഫെസിലിറ്റി അക്കോസ്റ്റിക്സ് എല്ലാം മോഡേൺ അക്കോസ്റ്റിക്സും നല്ല എന്താ പറയുക ആർക്കിടെക്റ്റിനെ കൊണ്ട് നമ്മൾ ഡിസൈനൊക്കെ ചെയ്താണ് അന്ന് ചെയ്തിരുന്നത്. അതാണ് നമ്മളെ എന്താ പറയുക കേരളത്തിലോ അല്ലെങ്കിൽ ഇടയ്ക്ക് വേറെ എവിടെയെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാലും പലരും പറയണമെന്നില്ല. അന്ന് നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു എന്താ പറയുക പത്രക്കാർക്ക് നല്ലൊരു ഇത് വേണം, സംവിധാനം വേണം, അതിലെന്തോ തെറ്റെന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ പ്രസ് ക്ലബ്ബിൽ വരുന്ന ഭാരവാഹികൾ അപ്പം തന്നെ പ്രസ് ക്ലബ്ബിലേക്കും ഇതുപോലത്തെ അവരും ചെയ്യണ്ടേ, അവർ വേറൊരു കമ്മിറ്റിയല്ലേ, അവർ പറഞ്ഞ് അവർ ചെയ്തു. ഇത് കഴിഞ്ഞപ്പം എറണാകുളത്ത് ചെയ്തു, അത് കഴിഞ്ഞ് കോഴിക്കോട്ട് ചെയ്തു. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇത് ഇങ്ങനെ നമ്മളെന്താ പറയുക പ്രസ് ക്ലബ്ബുകളുടെ സ്റ്റാൻഡേർഡ് തന്നെ അതുകൊണ്ട് എന്താ പറയുക നല്ലവണ്ണം ഉയർത്തിയെടുക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പത്രക്കാർക്ക് പലർക്കും ഉണ്ടായിട്ടുള്ള എന്താ പറയുക സാമ്പത്തികമായും അല്ലാതെയുമുള്ള ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിയിട്ട് നമ്മൾ ഒരു എല്ലാ ജേർണലിസ്റ്റിനെയും അന്ന് നമ്മളെ കേസരി ജേർണലിസ്റ്റ് ടെസ്റ്റിൽ 150 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരെയും ക്യാൻസർ കെയർ ഫോർ ലൈഫ് പോളിസി അവരുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല. നമ്മൾ അവിടെ നിന്ന് അന്ന് നമ്മൾ കുറേ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കുറേ സെമിനാഴ്സും അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും സ്പോൺസർ ഒന്നും വാങ്ങിച്ച പൈസയല്ല. ഇൻ്റർനാഷണൽ സെമിനാറും അങ്ങനെയുള്ള വേൾഡ് ബാങ്കുമായിട്ടൊക്കെ ചേർന്നിട്ടുള്ള ഫാം ജേർണലിസം ഇങ്ങനെയൊക്കെ ഉള്ള ചില ഏരിയാസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവരുടെ അടുത്ത് പ്രോജക്റ്റ് കൊടുത്തിട്ട് അവരെ ഫണ്ടിങ് വെച്ചിട്ട് ഈ എന്താ പറയുക ജേർണലിസവും അവരെ ഏരിയ ഓഫ് ഫോക്കസ് അന്ന് ഫാമായിരുന്നു ഫാമിങ്. അപ്പോൾ അതും ജേർണലിസവും കൊണ്ട് അപ്പം കുറേ ഫാം ജേർണലിസ്റ്റ് ഉണ്ട് ഡൽഹിയിൽ. അവരെയൊക്കെ കൊണ്ട് അന്നാണ് നമ്മളെ പഴയ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഞ്ജയ് ബാരു, അദ്ദേഹം ഒന്ന് ഫൈനാൻഷ്യൽ എക്സ്പ്രസിലായിരുന്നു. അദ്ദേഹം നമ്മൾ ആ ടീമിൽ ഉണ്ടായിരുന്നു, ഇവിടെ ഈ സെമിനാറിൽ പ്രസംഗിക്കാൻ വന്ന ടീമിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ 150 പേർക്ക് നമ്മൾ പിന്നെ അന്ന് കൃഷ്ണൻ നായർ സാറായിരുന്നു ഡയറക്ടർ. എന്നിട്ട് നമ്മളത് ആ സ്കീം ഉണ്ടാക്കി. അപ്പോൾ സ്കീം ഉണ്ടാക്കിയപ്പോൾ പിന്നെ അന്നത്തെ റേറ്റ്
നെയും കാട്ടി നല്ലവണ്ണം നമുക്ക് കുറച്ച് തന്നു. ആര്? കൃഷ്ണൻ നായർ സാർ. സാറിന് ഒരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ ഈ സ്കീം, അന്ന് യൂണിയൻ മിനിസ്റ്റർ രാമു വാലിയ എന്ന് പറയുന്ന ആളായിരുന്നു യൂണിയൻ മിനിസ്റ്റർ, യൂണിയൻ വെൽഫെയർ മിനിസ്റ്റർ. അന്ന് മറ്റേ ലെഫ്റ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഗവൺമെൻറ് ആയിരുന്നല്ലോ, ലെഫ്റ്റൊക്കെ ഉള്ള ഇതായിരുന്നു. അപ്പോൾ രാമു വാലിയ ആണ് അന്നത്തെ മിനിസ്റ്റർ. അപ്പോൾ രാമു വാലിയയും എൻ്റെ കൊളീഗ് യു എൻ എയിലെ ഒരു സിദ്ധു എന്ന് പറഞ്ഞ്, ജസ്പാൽ സിംഗ് സിദ്ധു എന്ന് പറഞ്ഞ് നമ്മൾ യു എൻ എയിൽ ഡൽഹിയിലുണ്ട്, അദ്ദേഹവും ഈ രാമു രണ്ടുപേരും സാധാരണമാരാണ്. അവർ തമ്മിൽ വലിയ അടുപ്പമാണ്. ഞാൻ സിദ്ധുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, സിദ്ധു ചാപ്പ് എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പിന്നെന്താ, ഞാൻ ചോദിച്ചിട്ട് അങ്ങേര് പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജാനുവരി മാസം 1-ാം തീയതി 1996 നമ്മൾ കേസരി ബിൽഡിങ്ങിൽ വെച്ച് ഈ സ്കീം ലോഞ്ച് ചെയ്തു. അദ്ദേഹം വന്നിരുന്നു, രാംവാലി വന്നിരുന്നു. അപ്പം കൃഷ്ണനായർ സാറിന് ഭയങ്കര സന്തോഷം. സാറ് പറഞ്ഞ കാര്യം ചെയ്തു കൊടുത്തു. സാറിന് വേറെ ഒന്നുമില്ല, സാർ ഈ KRF RCCക്ക് വേണ്ടി 4 നല്ല പ്രോജക്റ്റ് കൊടുത്ത് കാണും, അത്രയേ ഉള്ളൂ സാറിന്. അങ്ങനെയാണ്, സാറാണല്ലോ ബിൽഡ് ചെയ്തത്. ഇടയ്ക്ക് വരെ ചില കോൺട്രവേഴ്സീസൊക്കെ വന്നാലും സാറാണല്ലോ ബിൽഡ് ചെയ്തത്. അപ്പോൾ സാർ അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവിടെയും കൊണ്ടുപോയി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. RCCയിൽ അതും കാണിച്ചു കൊടുത്ത് പ്രോജക്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ എന്തോ ഒരു ഇത് സാറ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് 150 പേർക്ക് അത് കഴിഞ്ഞിട്ട്, അപ്പം അന്ന് ചെയ്തപ്പം ഞാൻ അന്ന് പ്രസംഗിച്ച ഒന്നുകൊണ്ട് നമ്മളിത് ഒരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമ്മളിത് വച്ചേക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആരും ഇത് ഉപയോഗിക്കേണ്ടി വരരുത്, ഈ പൈസ വേസ്റ്റായിട്ട് തന്നെ പോകണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. എന്തോ 1-2 പേർക്ക് അത് സഹായിച്ച് കാണണം, സഹായിച്ചിട്ടുണ്ട് 1-2 പേർക്ക്. ഇതിൽ അവർ ആദ്യം തുടങ്ങിയൊരു സ്കീമാണ്, ഇത് 100 രൂപയ്ക്കോ മറ്റോ തുടങ്ങിയൊരു സ്കീമാണ് പണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സമയത്ത് വന്നപ്പോൾ 10,000 rupees പെർ ഹെഡോ മറ്റേ ആയിരുന്നു. അത് അദ്ദേഹം നല്ല സബ്സ്റ്റാൻഷ്യലായിട്ട് കുറച്ച് തന്നു. അങ്ങനെയാണ് അത് ചെയ്തത്. അപ്പോൾ അതൊക്കെ വളരെ എന്താ പറയുക, ഒരു വലിയ സംഭവമാണോ എന്ന് നോക്കിയാൽ ഇന്നത്തെ കാലം വല്ല അല്ലെന്ന് പറയാം. പക്ഷെ അന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പം ആ നിലയിൽ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ ഒരു പുതിയ കാഴ്ചപ്പാടാണ്. ഇന്നിപ്പം ഞാൻ പറയാൻ കാര്യം അതാ ഞാൻ പറഞ്ഞു, നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വെൽഫെയർ എന്നുള്ള ഒരു ആശയം മനസ്സിൽ ഉണ്ടായിരുന്നത് പിന്നെ കൾമിനേറ്റ് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ, ഞാൻ അത് കഴിഞ്ഞിട്ട് പ്രസ് ക്ലബ്ബിൽ പിന്നെ പ്രസിഡൻ്റായി. ഞാൻ ഇലക്ഷൻ നിൽക്കുമ്പോഴൊക്കെ ജയിക്കും, ഞാൻ ഇതുവരെ തോറ്റിട്ടില്ല. നമ്മുടെ പ്രസ് ക്ലബിൻ്റെ ഇലക്ഷനിൽ തോറ്റിട്ടില്ല, കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിൻ്റെ ഇലക്ഷനിലും തോറ്റിട്ടില്ല. എനിക്കെന്ന് പറഞ്ഞ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അവർ ഈ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ളത് കൊണ്ടുള്ളൊരു ഇതായിരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ കേസരി ജേർണലിസ്റ്റ് ട്രസ്റ്റ് കഴിഞ്ഞിട്ട് പ്രസ് ക്ലബ്ബിൽ ഞാൻ 2000 ഞാനും PP ജെയിംസും കൂടെ പ്രസിഡന്റും സെക്രട്ടറിയായി. അപ്പോഴാണ് നമ്മൾ ഈ 4th എസ്റ്റേറ്റ് ഹാള് ചെയ്യുന്നത്. അതിനെക്കാട്ടി വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മളെ പ്രസ് ക്ലബ്ബ് തുടങ്ങി എത്രയോ വർഷമായല്ലോ. പ്രസ് ക്ലബിൻ്റെ ഫ്രണ്ടിലുള്ള ആ സ്ഥലമുണ്ടല്ലോ, അത് ചുമ്മാ ബാരനായിട്ട് കിടന്ന സ്ഥലമാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളാണ് അന്ന് അവിടെ അത്രയും ചെടി കൊണ്ടുവച്ച് ഫൈക്കസും മഹാഗണിയും കൂടെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തു. ഇപ്പം പോയാൽ അറിയാം, അവിടെ ഗ്രീൻ അവന്യൂ ആണ്. നമ്മൾ എന്താ പറയുക, ട്രിവാൻഡ്രത്ത് നമ്മൾ രാജ്ഭവൻ്റെ ആ സ്ഥലം കഴിഞ്ഞ ചെറിയൊരു സ്ട്രിപ്പ് ആണെങ്കിൽ പോലും അവിടെ നല്ല ഗ്രീനാണ്. അവിടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം നോക്കിയപ്പോൾ അവിടെ പത്രക്കാർ കംപ്ലൈൻറ്റ് വെച്ചാൽ എല്ലാ ഓട്ടോക്കാരും ഉച്ചയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിക്കുന്ന അവിടെയാണ്. ലാസ്റ്റിൽ പത്രക്കാർക്ക് അവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യാതെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അവരെങ്കിലും ഉപയോഗിച്ചോണ്ട് പോട്ടെ, അല്ല ചുവറേ കിടന്നാണ്, വെയിലും കൊണ്ട് കിടന്ന സ്ഥലമാണ്. കംപ്ലീറ്റ് ഇത് മാറി നല്ലൊരു പച്ചപ്പ് വന്നപ്പോൾ, അതുപോലെ നമ്മളെ എക്സൈസിൻ്റെ ഒരു ഓഫീസുണ്ട് തൊട്ട് മുമ്പിൽ, അവിടെയും നമ്മളാണ് കൊണ്ടുവച്ചാൽ ഇതിൻ്റെ അവിടെ മാത്രം ബാരനായിട്ട് കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെയും കൊണ്ട് നമ്മൾ കുറച്ച് ബദാമും മാംഗോയൊക്കെ കൊണ്ട് വെച്ചിരുന്നു. അപ്പോൾ അതും ഇപ്പോഴും ഇപ്പുണ്ട്. അപ്പോൾ ആ അവന്യൂ ആണ് നമ്മളൊരു ഒരു ഗ്രീൻ ഒരു ഇതിലേക്ക് നമ്മൾ അന്നേ പോയിരുന്നു. 2000 അന്ന് ആദ്യമായിട്ട് അന്ന് ഉണ്ടെന്ന് ഫസ്റ്റ് പ്ലാന്റ് നട്ടത് എനിക്ക് തോന്നുന്നത് മിസ്റ്റർ M. വിജയകുമാറാണ്. അദ്ദേഹം അന്ന് സ്പീക്കറായിരുന്നു. അദ്ദേഹമാണ് വന്ന് നല്ല മഴ അന്നാണ് കൊണ്ടുവന്ന് ഇത് വയ്ക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ എന്താ പറയുക, വെൽഫെയർ മാത്രമല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു ചിന്തിക്കാനുള്ളൊരു ഇത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞപ്പം നമ്മൾ 4th എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ഹാള്, ആ ഹാള് നമ്മൾ അന്ന് കേസരി ഹാളിൽ ചെയ്തതിനെക്കാട്ടി എത്രയോ മടങ്ങ് വേറൊരു ലെവലിൽ ഒരു എന്താ പറയുക, ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഹാളാണ്. ഈസ്തെറ്റിക്കലി, പിന്നെ എന്താ പറയുക, വിഷ്വലി, അതുമാത്രമല്ല പിന്നെ എന്താ പറയുക, പിന്നെ അതിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് ആ 4th എസ്റ്റേറ്റ് ഹാളിലാണ് ഈ വീഡിയോ ജേർണലിസ്റ്റ് ബാക്കിൽ, അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പത്രസമ്മേളനമൊക്കെ നടക്കുമ്പോൾ ഫ്രണ്ടിൽ വന്നിരുന്ന് അവരെ ക്യാമറ, അന്ന് വലിയ ആൾക്കാരൊന്നുമില്ല, 7-8 ക്യാമറയേ ഉള്ളൂ, പക്ഷേ അവർ ഫ്രണ്ടിൽ വന്നിരുന്നാണ് ഇത് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ 4th എസ്റ്റേറ്റ് ഹാളിൻ്റെ അകത്ത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ ജേർണലിസ്റ്റിന് ഏറ്റവും പുറകെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ
പിറകെ അവർക്ക് നമ്മൾ എന്താ പറയുക, അവർക്ക് അവരെ എന്താ സംവിധാനങ്ങളെല്ലാം പ്ലഗ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസ് ആദ്യമായിട്ട് നമ്മളത് ബാക്ക് സൈഡിലുണ്ടാക്കി. അത് വളരെ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ടു. ഞാൻ പറഞ്ഞതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ അതുപോലും അന്നത്തെ കാലങ്ങളിൽ നമ്മളിത് നോക്കി വെച്ചാൽ ഈ നമ്മളെ മനസ്സിലുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു പുതിയതായിട്ടുള്ള ട്രെൻഡ് സെറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുപോലെ അന്ന് തന്നെ നമ്മൾ പിന്നെ പ്രസ് ക്ലബ്ബിലെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം എല്ലാ വർഷവും എല്ലാം അപ്ഗ്രേഡ് ചെയ്ത് വരുന്നതിൽ ആ സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് പിന്നെ ഇത് ഒരു ലാബ്, കമ്പ്യൂട്ടർ ലാബ് കൊണ്ടുവരികയും 1-2 പേരെ അവിടെ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആൾക്കാരെ അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ എനിക്ക് വേറൊരു കാര്യം ഒന്ന് പറയാനുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റൂല. എന്നുവെച്ചാൽ നമുക്ക് ഇന്ന് പ്രസ് ക്ലബിന് അടുത്ത് വന്നിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. നമ്മൾ പ്രസ് ക്ലബ്ബ് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ് ക്ലബ്ബാണ്. എന്നുവെച്ചാൽ ഫെസിലിറ്റിയും പിന്നെ എന്താ പറയുക തുടങ്ങിയ വർഷവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പ്രസ് ക്ലബ്സ് വിത്ത് ദ ഓൾ ഫെസിലിറ്റീസ്. അങ്ങനെ ഒരു പ്രൊഫഷണലി റൺ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബ്. അപ്പോൾ ഇത് ഞാൻ എവിടെയെല്ലാം പോയി ഞാൻ പണ്ട് പിന്നെ പ്രസ് ക്ലബ്ബിൽ പ്രസിഡൻ്റായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ആൾക്കാർ പറയാറുണ്ട്, ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താ പറയുക നല്ല പ്രൊഫഷണലി റൺ പ്രസ് ക്ലബ്ബാണെന്ന് എല്ലാവരും ഇത് അംഗീകരിക്കാറുണ്ട്. ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ ഇത് അതിലേക്ക് വരാം. ഞാൻ പ്രസ് ക്ലബിൻ്റെക്ക് രണ്ടാമത് ഞാൻ ഈ ഡൽഹിയിൽ പോയിന് 2003 UNA ഞാനിവിടെ 2000-ലൊക്കെ ഞാനിവിടെ ബ്യൂറോ ചീഫായി, കേരളത്തിൻ്റെ ബ്യൂറോ ചീഫായി UNA-യുടെ. അത് കഴിഞ്ഞപ്പം സീനിയോറിറ്റിയൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞു ഡൽഹിയിലേക്ക് പോകുന്നുണ്ടോ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻ്റ് ആയിട്ടെന്ന് ചോദിച്ചു. ശരി പോകാമെന്ന് പറഞ്ഞു ഡൽഹിയിലേക്ക് പോയി. 2003 ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെയും പ്രസ് ക്ലബ്ബ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പോയപ്പം ഞാനിവിടെ കേരളത്തിൽ ചെയ്ത ഈ പ്രസ് ക്ലബ്ബ് മൂവ്മെൻറ്റിന് വേണ്ടി ചെയ്ത കോൺട്രിബ്യൂഷനും അത് ഈ വെൽഫെയർ മേഖലയിൽ ജേർണലിസ്റ്റിന് വേണ്ടി ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ഒരു കാര്യങ്ങളാണെങ്കിലും അത് വേറൊരു സ്ഥലത്തും ചെയ്യാത്തതുകൊണ്ടായിരിക്കാം അതൊരു മാഗ്നിഫൈഡ് ആയിട്ട് എല്ലാ സ്ഥലത്തും അത് കാണപ്പെട്ടിരുന്നു. അപ്പം അവർ ചോദിച്ചു, നിങ്ങൾ ഈ ഇവിടുത്തെ പ്രസ് ക്ലബ്ബിൽ നിങ്ങൾ വരണം, പിന്നെ ഇതിൻ്റെ എന്താ പറയുക തലപ്പത്ത് വരികയും അവിടെയൊക്കെ ചെയ്തതുപോലെ ഇവിടെയും ചെയ്യും. ഞാൻ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ ഫ്ലൈറ്റ് കയറി വന്നപ്പോൾ തീരുമാനിച്ചൊരു കാര്യം, ഇനി ഇതിലേക്ക് വേണ്ടി ഞാൻ എൻ്റെ സമയം ഞാൻ ഇനി ചിലവിടുന്നില്ല. ഞാൻ പിന്നെ എന്താ പറയുക 89 മുതൽ ഞാൻ ഇതിലേക്ക് വേണ്ടി കുറേ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ എന്താ പറയുക ഇവിടെ വന്നത് കുറച്ചുകൂടെ എൻ്റെ പ്രൊഫഷണൽ ഇത് ഒന്ന് കൂട്ടാനും കുറച്ച് ജേർണലിസം എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ആ വെൽഫെയർ മേഖലയിലേക്കാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിലേക്ക് ചെയ്യാനുള്ളൊരു ഇതും കൂടെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അഡ്വൈസോ വല്ലതും വേണമെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 2000-2001 2 ടേം കണ്ടിന്യൂസ്ലി ഞാനും ജെയിംസും പ്രസിഡൻ്റായിരുന്നു. ഞാൻ പ്രസിഡൻ്റായിരുന്നു, ജെയിംസ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് തൊട്ടടുത്ത് നമ്മളെ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ വലിയൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അന്ന് അവർ കത്തി നിൽക്കുന്ന കാലമാണ്. മിസ്റ്റർ ബാസിയാണ് അതിൻ്റെ ഒരു ഓണർ. അന്ന് ഈ ട്രെയിനിങ് കൊടുക്കലും ഈ എന്താ പറയുക ഒരു എഞ്ചിനീയറിങ്ങിനോ അങ്ങനെ എന്തൊക്കെയോ അവർ നിറയെ എന്താ ചെറിയ ചെറിയ കോഴ്സസ്, ഇലക്ട്രിക്കൽ കോഴ്സ്, അങ്ങനെ കുറേ കോഴ്സും കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വെഞ്ചറായിരുന്നു. നമ്മളെ പ്രസ് ക്ലബിൻ്റെ തൊട്ട് ബാക്കിലാണ്. പ്രസ് ക്ലബിൻ്റെ സൈഡിൽ ഒരു 1.5 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. ആ 1.5 സെൻറ്റ് സ്ഥലം അതിൻ്റെ റോഡോട് കൂടി ചേർന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ 1.5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ഫ്രണ്ടിലുണ്ടായിരുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥലമാണ്. അത് അതിന് മുമ്പ് വരുന്ന കമ്മിറ്റിയൊക്കെ പോയി മാണി സാറായിരുന്നു അതിന് തോന്നുന്നു മാധവണ്ണൻ്റെ സമയത്താണെന്ന് തോന്നുന്നു അവർ മാണി സാറിനെയൊക്കെ കണ്ടിട്ട് അത് സ്റ്റേഷനറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ ഉണ്ടായിരുന്ന ഒരു സെൻറ്റ് സ്ഥലമേ കാണത്തുള്ളൂ, 1-1.5 സെൻറ്റ് സ്ഥലമേ കാണത്തുള്ളൂ. അത് പോയി അവർ പ്രസ് ക്ലബിലേക്ക് വേണമെന്ന് പറഞ്ഞു, അവർ തരാമെന്നും പറഞ്ഞു. അപ്പോൾ ഈ പക്ഷേ അത് വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 1-1.5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ മെയിൻ റോഡിൽ. പക്ഷെ തൊട്ട് ബാക്കിലൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അത് 1.5 സെൻറ്റ് സ്ഥലമേ, 1.5 സെൻറ്റോ 2 സെൻറ്റ് സ്ഥലമോ ഉള്ളൂ. പക്ഷെ അതേസമയം അത് നമ്മളെ യൂണിവേഴ്സിറ്റിയിലുള്ള അവർക്ക് വാങ്ങിച്ചാൽ അവർക്കും പ്രയോജനപ്പെടും, നമുക്ക് നല്ലവണ്ണം പ്രയോജനപ്പെടും. പക്ഷേ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് തരുമോ എന്ന്. അപ്പം അങ്ങനെ ഞങ്ങളെ കൂടെ അന്ന് പ്രസ് ക്ലബ്ബിൽ ഒരു ശിവൻ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. ശിവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക പ്രസ് ക്ലബ്ബിൽ തുടങ്ങിയ കാലം തൊട്ടേ അവിടെ ഉണ്ട്. പിന്നെ ഒരുവിധപ്പെട്ട എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ശിവന് അറിയാം. ചില അന്നത്തെ കാലം പ്രസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളും അവിടെ വരികയും ചില കുറേ ജേർണലിസ്റ്റെല്ലാം ഉണ്ടായിരുന്നത് വലിയ വലിയ ജേർണലിസ്റ്റുകളാണ്. KC ജോൺ സാറ്, ചുമ്മാർ സാറ്, പിന്നെ സെബാസ്റ്റ്യൻ സാറ്, പിന്നെ MBA ഒക്കെ ആയ സെബാസ്റ്റ്യൻ, ദീപികയുടെ PC സുകുമാരൻ നായർ സാറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ കാണാൻ ഒന്ന് വൈകുന്നേരം മിനിസ്റ്റേഴ്സ് വരുമായിരുന്നു. ബേബി ജോൺ സാർക്ക് റെഗുലറായിട്ട് വരുന്ന ആളാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. ബേബി ജോൺ സാറിന് ശിവനെയൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ശിവൻ്റെ അടുത്ത് ഞാൻ ഏൽപ്പിച്ചു, ഒന്ന് പോയി കണ്ട് അദ്ദേഹത്തിന് സംസാരിക്കണം, നമുക്ക് പൈസ പ്രസ് ക്ലബിന് അത്ര വലിയ പൈസ ഒന്നും ഉള്ളതല്ലല്ലോ, എന്നാലും നമുക്ക് എങ്ങനെ ഒപ്പിക്കാം, ഒന്ന് പോയി തരുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ശിവൻ ഒരു 4-5 ദിവസമായിട്ട് അവരെ വീട്ടിൽ പോവുകയും അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ശിവനെ അറിയാം അവരെ.
അങ്ങനെയൊക്കെ വെച്ച് റെഡിയാക്കി നമ്മൾ എങ്ങനെയെങ്കിലും അയാളെ റെഡിയാക്കി എടുത്തു. പക്ഷേ നമ്മളെയും കാട്ടി ഒരു മടങ്ങ് പൈസ കൊടുക്കാനും ബാസി ഇത് അറിഞ്ഞാൽ തയ്യാറാവും. പക്ഷേ നമ്മൾ പ്രസ് ക്ലബ്ബിലും ഇത് ആരെടുത്തും പറയാനും പറ്റില്ല. പ്രസ് ക്ലബ്ബിലുള്ള ആരെങ്കിലും തന്നെ പോയി ബാസി എടുത്ത് പറഞ്ഞും കൊടുക്കാം, ഇങ്ങനെ ഇവർ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം അപ്പം തന്നെ കൊണ്ടു കൊടുത്ത് നല്ല വിലയ്ക്ക് വാങ്ങിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. നമുക്ക് പ്രസ് ക്ലബ്ബ് ഒരു പബ്ലിക്കായിട്ടുള്ള സ്ഥലമല്ലേ, ഒന്ന് വലിയ പൈസയും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പോയി ശിവൻ പോയി സംസാരിച്ചെടുത്ത് ഞങ്ങൾ ആരും അറിയാതെ, പ്രസ് ക്ലബിൻ്റെ മാനേജിങ് കമ്മിറ്റിയിൽ പെർമിഷൻ ചോദിച്ചിട്ടില്ല, ജനറൽ ബോഡിയിൽ ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല, നമ്മൾ പോയി അത് വാങ്ങിച്ചു. അപ്പോൾ വാങ്ങിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. അത് പിന്നീട് ഇന്നിപ്പോൾ എല്ലാവരും സമ്മതിക്കും അതൊരു വലിയ കാര്യമാണ്. പക്ഷെ അന്ന് നമ്മളെ ഡിട്രാക്ടേഴ്സൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തോ ഒരു അണ്ടർ ഹാൻഡ് ഡീലിങ്സ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും പറയാതെ പോയി എന്തിനാണ് ഇങ്ങനെ വാങ്ങിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അണ്ടർ ഹാൻഡ് ഡീലിങ്സ് നിന്നും അലിഗേഷൻസൊക്കെ വരുമെന്നോട്ടെ. പക്ഷേ ഇന്നിപ്പോൾ അന്ന് വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു 4.5 ലക്ഷം രൂപ മറ്റാണ്. പിന്നെ ഒരു പോയിന്റിൽ പിന്നെ ജനറൽ ബോഡിയിൽ വന്നു, പിന്നെ വന്നപ്പോൾ അവിടെ ഭയങ്കര ക്രിറ്റിസിസം വന്നു ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഈ സ്ഥലം വാങ്ങിച്ചോളാം, തരാൻ സമ്മതമാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഇതിൻ്റെ എത്രത്തോളം വിലയുണ്ട്, എത്രത്തോളം ഇതിൻ്റെ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് കോടികളല്ലേ ആ സ്ഥലം വാങ്ങിച്ചിരുന്നെങ്കിൽ. പക്ഷേ അന്ന് പിന്നെ എല്ലാവർക്കും പിന്നെ മനസ്സിലായി. പക്ഷേ അതുകൊണ്ട് ഇന്നിപ്പോൾ അതിന് ശേഷം വന്ന കമ്മിറ്റി വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ബിൽഡിംഗ് കെട്ടുകയും അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതും വേറൊരു ഇതിലുള്ളതാണ്. ഇത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി നമ്മൾ എല്ലാം ചെയ്തത് സക്സസ്ഫുൾ ആയല്ലോ, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞൊരു വലിയൊരു പ്രോജക്റ്റ് ഒന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തൈക്കാട് വൺവേയിൽ കയറി വരുന്ന സ്ഥലത്ത് ഒരു 40 സെൻസ് ഓഫ് ലാൻഡ് ഉണ്ട്. ഇപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഓഫീസാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു പത്രപ്രവർത്തനമാണ് അവിടെ ഉള്ള ആ ഓണേഴ്സുമായിട്ട് അടുപ്പമുള്ളത്. അപ്പം ഒന്ന് മേടിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മേടിക്കാം, നമുക്ക് എങ്ങനെയെങ്കിലും ഏത് ബാങ്കിൽ പോയാലും പൈസ കിട്ടും. നല്ല സ്ഥലമല്ലേ, 40 സെൻറ്റ് സ്ഥലം, നമുക്ക് അവിടെ വലിയൊരു ഫെസിലിറ്റി, കല്യാണ മണ്ഡപവും, പിന്നെ വെളിയിൽ നിന്ന് വരുന്ന ജേർണലിസ്റ്റിന് താമസിക്കാനും, പിന്നെ അറിയാമല്ലോ പ്രസ് ക്ലബ്ബിൽ ഇവിടെ ബാറില്ല, അപ്പോൾ എല്ലാ പ്രസ് ക്ലബ്ബുകളിലും ബാറുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒരു ബാർ സംവിധാനങ്ങളും പിന്നെ പാർക്കിംഗ് ഫെസിലിറ്റീസും ഇതെല്ലാം വെച്ച് വലിയൊരു പ്രോജക്റ്റൊക്കെ ഒരു ആർക്കിടെക്റ്റിനെ കമ്മീഷൻ ചെയ്ത് കൊണ്ടുവന്ന് ജനറൽ ബോഡിയിൽ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും കൂടെ കൈയടിച്ചങ്ങ് പാസ്സാക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ നോക്കിയപ്പം ചില എന്നോടുള്ളതല്ല, ആ സ്ഥലം വാങ്ങിക്കാൻ പോകുന്ന അതും എന്തൊക്കെയാണെന്നാണ് ഇവിടെ കുറേ ആൾക്കാർ ഓപ്പണായിട്ട് അപ്പോസ് ചെയ്തു. അപ്പം ഞാനും വിചാരിച്ചു ഇപ്പം നമ്മളിപ്പോൾ കഷ്ടപ്പെട്ടിപ്പം നമ്മൾ നാളെ എവിടെ കിടക്കും നമുക്ക് പോലും അറിഞ്ഞുകൂടാ, കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു ആൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞ പിറ്റേ വർഷമാണ് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത്. ഇപ്പോഴും ചിലപ്പം ഇപ്പോഴത്തെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അതുവഴി പോകുമ്പോൾ നമുക്ക് റിഗ്രറ്റ് തോന്നാറുണ്ട്. പക്ഷേ അത് എടുത്തിരുന്നാലും നെക്സ്റ്റ് ഇയർ ഞാൻ പോയിരുന്നു. പക്ഷെ അത് ആരെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അത് വലിയൊരു മുതൽക്കൂട്ടായതിനെ അന്ന് 35 ലാക്സിനാണ് അന്ന് തരാമെന്ന്, 2000-ൽ 35 ലാക്സ് വെറുതെ വാങ്ങിച്ചിട്ടുന്നത് തന്നെ മതിയായിരുന്നു. പിന്നെ നമുക്കങ്ങനെ വേറെ പേഴ്സണൽ താല്പര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആരുടെങ്കിലും പറഞ്ഞത് വാങ്ങിച്ച് വെറുതെ ഇട്ടിരുന്നാൽ പോരെയായിരുന്നു. പക്ഷെ നമ്മളതൊന്നും ചെയ്തിരുന്നില്ല അന്ന്. അപ്പോൾ അങ്ങനെ ഇത് നടക്കാതെ പോയതിലുള്ളൊരു സങ്കടം അത് പലപ്പോഴും എനിക്ക് ഉണ്ട്. അത് എൻ്റെ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം. പിന്നെ ഇത് കഴിഞ്ഞപ്പം പിന്നെ വേറൊരു മെയിനായിട്ടുള്ള പത്രക്കാരുടെ ഇടയിൽ അന്ന് ജയശങ്കർ എന്ന് പറയുന്ന കേരളാമതിലുണ്ടായിരുന്ന സീനിയർ ജേർണലിസ്റ്റുണ്ട്. അദ്ദേഹം കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അദ്ദേഹം നമുക്ക് പത്രക്കാർക്ക് വേണ്ടി ഒരു സ്കീം വേണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ട്, ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബിലെ പ്രസിഡൻറ്റുമാണ്, KUWJ സ്റ്റേറ്റ് കമ്മിറ്റിയിലുമുണ്ട്. ഞങ്ങളൊക്കെ ഇരുന്ന് ലാസ്റ്റിൽ ആരോഗ്യ പരിരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടാക്കി. അതെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളെ ജേർണലിസ്റ്റിൻ്റെ ഒരു സമൂഹത്തിന് തന്നെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷനാണ്. അത് ജയശങ്കർ സമ്മതിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് അതിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ഡെവലപ്മെൻറ്റ് ഓഫീസർ എനിക്കറിയുന്ന ഒരാളായിരുന്നു, അദ്ദേഹമായിട്ട് സംസാരിച്ച് നമ്മൾ അന്ന് 2000-ലോ 2001-ലോ ആണ് നമ്മളത് ചെയ്ത് കേരള പത്രപ്രവർത്തക ആരോഗ്യ പരിരക്ഷാ പദ്ധതി. ഇന്നും ആ സ്കീം നടക്കുന്നു. ഇറ്റ് ഈസ് 25 years. ഞാൻ 6 വർഷം അതിൻ്റെ കൺവീനറായിട്ടിരുന്നു. മിസ്റ്റർ ജയശങ്കറിൻ്റെ ഫുൾ കോപ്പറേഷൻ അന്നുണ്ടായിരുന്നു, അന്ന് കമ്മിറ്റിയുടെ ഫുൾ കോപ്പറേഷൻ ഉണ്ടായിരുന്നു. നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി. 1000 ജേർണലിസ്റ്റുണ്ട്, 1000 ജേർണലിസ്റ്റ് അവരുടെ ഫാമിലി എല്ലാം വെച്ചാൽ വലിയ സ്കീമാണ്, ചെറിയ സ്കീമല്ല. അപ്പോൾ അന്ന് പിന്നെ നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ച് അതൊക്കെ മിസ്റ്റർ ജയശങ്കറും അന്നുണ്ടായിരുന്ന സെക്രട്ടറി ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അവരും കൂടെ പോയിട്ട് കണ്ട്. അന്ന് AC ഷൺമുഖദാസ് ആയിരുന്നു മിനിസ്റ്റർ, പിന്നെ നായനാർ ആയിരുന്നു എന്ന് തോന്നുന്നു, അദ്ദേഹമായിരുന്നു, ശ്രീ EK നായനാർ ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. എന്നിട്ട് കണ്ടിട്ടൊക്കെയാണ് സ്കീം തന്നത്. അവർ കുറച്ച് പൈസ നമുക്ക് തരുമായിരുന്നു. പക്ഷെ നമുക്കന്ന് കുറച്ച് കോൺട്രിബ്യൂഷൻ അന്ന് ഇല്ല നമ്മളെ കയ്യിൽ നിന്ന്, അല്ലാതെയാണ് ചെയ്തത്. 10 ലക്ഷം രൂപ വെച്ച് തുടങ്ങിയതാണ് ആദ്യത്തെ സ്കീം. അത് പലർക്കും അത്
പ്രയോജനപ്പെടുകയും ഇന്നിപ്പോൾ കോൺട്രിബ്യൂഷനും കൂടെ ഉണ്ട്, ഗവൺമെൻറ് ഒരു ഷെയർ ഇടുന്നുണ്ട്. പക്ഷേ വളരെ സക്സസ്ഫുള്ളാണ് ആ സ്കീം, പലരെയും സഹായിക്കുന്നുണ്ട്. എന്താ പറയുക, എല്ലാവർക്കും സ്കീം ഇല്ലല്ലോ അന്നൊന്നും. ഇത്രയും ഇപ്പോഴും പല സ്ഥലത്തും ഉണ്ട്, പ്രൈം മിനിസ്റ്ററിൻ്റെ സ്കീമുണ്ട്, അല്ലാതെ എന്തൊക്കെയോ സ്കീംസൊക്കെ ഉണ്ടല്ലോ ഇപ്പം. പക്ഷേ അന്ന് അതൊന്നും ഇല്ല. പക്ഷേ എന്നാലും ആ സ്കീം അന്ന് ഇട്ട ആ ഒരു ഫൗണ്ടേഷൻ, ആ സ്കീം തുടർന്ന് ഇന്നും 25 വർഷമായിട്ടും നന്നായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇടയ്ക്ക് കേട്ടപ്പം എല്ലാവർക്കും കോൺട്രിബ്യൂഷൻ ഉണ്ട്, പക്ഷെ എന്നാലും നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചിട്ട് ഈ വെൽഫെയർ മേഖലയിലേക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ, ഞാൻ മാത്രം ചെയ്തു എന്നല്ല പറയണത്, ആ സമയത്ത് ഉണ്ടായിരുന്ന എന്താ പറയുക, ഒരു ആൾക്കാരെല്ലാവരും ഇൻസ്പിറേഷനും കോപ്പറേഷനും, അന്ന് നല്ല കോപ്പറേഷൻ ഉണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തു നിന്നും. എല്ലാവർക്കും അന്ന് ആവശ്യം ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഇന്നത്തെ പോലെ വലിയ ഫെസിലിറ്റീസും കാര്യങ്ങളും ഇല്ല. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ശമ്പളവും ഇന്നുള്ളതുപോലെയൊക്കെ വലിയ ശമ്പളങ്ങളൊന്നുമില്ല. കുറച്ച് ജേർണലിസ്റ്റേ ഉള്ളൂ, എല്ലാവരും തമ്മിലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിട്ടാണ് അന്ന് അങ്ങനെ ഒരു ഇത് ഉണ്ടായത്. 2003 എന്നെ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷേ എനിക്ക് വല്ലാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു. കേരളത്തിൽ നമ്മൾ എല്ലാവരുമായിട്ട് ചേരുകയും സംഘടനാപരമായിട്ട് എന്താ പറയുക കൈവരിക്കുകയും എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരാളായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയും പിന്നെ ഒരു കംഫർട്ടബിൾ ലൈഫ് ഇവിടെ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരെയും അറിയാം, നമുക്കിവിടെ രാഷ്ട്രീയക്കാരെ അറിയാം, പിന്നെ ജേർണലിസ്റ്റിനെ അറിയാം, ഇവിടുത്തെ ആൾക്കാരെ അറിയാം. അപ്പം ആ ഒരു ഇതിൽ അങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ടക്കുന്ന് ഈ ഒരു ഡിസ്റപ്ഷൻ വരുന്നത്. പക്ഷേ എല്ലാ ഡിസ്റപ്ഷനും നല്ലതിനാണ് എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ലെങ്കിൽ കംപ്ലീറ്റ് എന്താ പറയുക വേറൊരു ഒരു എന്താ പറയുക ഒരു വേൾഡിലേക്ക് പോണത് പോലെ ഒരു ഫീലിംഗാണ്. ഞാൻ എന്തായാലും നേരത്തെ ഞാൻ 1 ഇയർ ഡൽഹിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് ഞാൻ ബാച്ചിലറായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഫാമിലിയായി. അപ്പോൾ ഫാമിലിയായിട്ട് കംപ്ലീറ്റ് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യണമെങ്കിലുള്ളൊരു ബുദ്ധിമുട്ടുകൾ, പിന്നെ സാമ്പത്തികമായിട്ടും ഇവിടെ നമ്മൾ ഉള്ളതിൻ്റെ ഒരു രീതിയിൽ ജീവിച്ചു പോകുന്ന ആ പൈസയും വെച്ചിട്ട് എങ്ങനെ ഡൽഹിയിലേക്ക് മാറിയാൽ ജീവിക്കാൻ പറ്റും, പിള്ളേർക്ക് എഡ്യൂക്കേഷനുണ്ട്, പിന്നെ വാടക വീട് വേണം, ഇതെല്ലാം കൂടെ വിചാരിച്ചിട്ട് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഫാമിലിയും കൊണ്ട് പോയത്. അപ്പോൾ അവിടെ ഞാൻ പോയപ്പോൾ എവിടെ താമസിക്കണം അതൊക്കെ ഒന്നും വലിയ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു വിനോദ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിനോദ് അവിടെ അന്ന് JNUവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിനോദ് പിന്നെ കണ്ടു. വിനോദുമായിട്ട് പിന്നെ കുറച്ച് ദിവസം വിനോദിൻ്റെ കൂടെ JNUവിൽ താമസിക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാമിലിയിലൊക്കെ വന്ന് ഞാൻ പിന്നെ അതിനുശേഷം പിന്നെ പത്രക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്, അതാണ് സമാചാർ അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയും, മയൂർ വിഹാറിൽ. അപ്പോൾ അവിടെയാണ് മയൂർ വിഹാറിൽ പോയി താമസിക്കുകയും അവിടെ താമസിച്ച് 3 വർഷം അവിടെ താമസിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു വീട് അലോട്ട് ചെയ്ത് സൗത്ത് ഡൽഹിയിൽ കിട്ടി. അങ്ങനെ പിന്നെ അവിടെ കുറച്ച് ദിവസം താമസിക്കുകയും അപ്പോൾ ഈ UNA അവിടെ 6 വർഷം ഞാൻ ഡൽഹിയിൽ UNA ഓഫീസിൽ താമസിച്ചു. 9 റാഫി മാർക്ക്, ന്യൂഡൽഹി. വലിയ അഡ്രസ്സാണ്. മെയിൻ പാർലമെൻറ്റിൻ്റെയും പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും എല്ലാം പട്ടേൽ ചൗക്കിൻ്റെ അവിടെയാണ് UNAയുടെ ഓഫീസ്. പഴയ ഒരു ഗവൺമെൻറ് ബിൽഡിങ്ങാണ്. പക്ഷേ പിന്നീട് UNAക്ക് അത് കൈമാറുകയും UNAയുടെ ഇതിലാണ് അത് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അവിടെയാണ് 6 വർഷം ജോലി ചെയ്തത്. അപ്പോൾ അത് ഇവിടത്തേനെയും കാട്ടി ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ്. അവിടെ ഞാൻ 100% ജേർണലിസ്റ്റായിട്ട് മാറി. ഇവിടെ അങ്ങനെ അല്ലായിരുന്നു. 50% ഈ ഓർഗനൈസേഷണലായിട്ടുള്ള കാര്യങ്ങളും പ്രസ് ക്ലബ്ബുകളും അങ്ങനെയുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും. ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ട്, പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഞാനുണ്ടാവും, എവിടെയാണെങ്കിലും ഉണ്ടാവും, ഇവിടെയാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും എല്ലാത്തിലും ഞാനുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാനത് എൻജോയ് ചെയ്ത് ഞാൻ എന്താ പറയുക ചെയ്തിരുന്നൊരു കാലമാണത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ വിചാരിച്ചു അതൊരു വേറൊരു സ്ഥലമാണ്, നമുക്കത് ശരിക്കും പ്രൊഫഷണലി ഒരു എന്താ പൊങ്ങി വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അവിടെ പോയി ഇനിയിപ്പം സമയം വേറെ കളയണ്ട, ഫുള്ളി ഇതിലേക്ക് ഡിവോട്ട് ചെയ്യാം എന്ന് പറയും. അങ്ങനെ എനിക്ക് 1-2 കോൺഗ്രസ് പാർട്ടി കവർ ചെയ്യാനും പിന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസും രാഷ്ട്രപതി ഭവനും ടൂറിസം മിനിസ്ട്രിയും കവർ ചെയ്യാനുള്ള ബീറ്റാണ് എനിക്ക് തന്നത്. വളരെ സന്തോഷമായിട്ട് അത് ചെയ്തു. അപ്പോൾ അവിടെ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഒരു 9:30-9:45 മണിയാകുമ്പോൾ ഓഫീസിലെത്തും 9 റാഫി മാർഗിൽ. പക്ഷെ അവിടെ പോകുമ്പോൾ റിപ്പോർട്ടിങ്ങിൽ ആരെയും കാണൂല, ഞാൻ മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല പോകാമെന്ന് പറഞ്ഞിട്ട് രാവിലെ പോയി പത്രം വാങ്ങിക്കും, ദിവസം ഫയലും കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ അങ്ങനെ ഇരിക്കും. ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് രാജീവ് തിയോഡോർ. രാജീവ് പറഞ്ഞു, നാളെ തൊട്ട് ഈ സമയത്തിന് വന്നാൽ പിന്നെ നിൻ്റെ കാലടിച്ച് പൊട്ടി. അവർ എന്ത് പറ്റി, ഞങ്ങളൊക്കെ വരുന്നത് 1 മണിക്ക് 2 മണിക്കാണ്, നേരത്തെ വന്നിരുന്നുകൊണ്ട് ഇവിടെ ഇത് ചെയ്യണ്ട, അങ്ങനെ അതിൽ കുറഞ്ഞ കാര്യം മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ വരണമെന്ന് പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ രാവിലെയുള്ള അസൈൻമെൻറ്റ്സ് അത്രയും എൻ്റെ പേരിലേക്ക് എഴുതി വെച്ച് തുടങ്ങി. ഞാൻ എന്തായാലും രാവിലെ വരുന്നത് വിടല്ലോ. പക്ഷേ ഡൽഹിക്കാർ വരില്ല. ഡൽഹിക്കാർ അവിടെ ഉള്ളൊരു സ്റ്റാഫ് അവിടെ ആക്ടിവിറ്റീസ് തുടങ്ങണമെങ്കിൽ തന്നെ ഡൽഹിയിൽ 11 മണി കഴിയും.
ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് 8:30 ഇവിടുത്തെ അസംബ്ലി തുടങ്ങുന്നത്. ക്വസ്റ്റ്യൻ അവർ തുടങ്ങുന്നത് 8:30, അവിടെ 11 മണിക്കാണ്. അപ്പോൾ 8:30 ഇവിടെ നമ്മൾ അസംബ്ലിയിലൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആർക്കും വിശ്വസിക്കാൻ വയ്യ. അവിടുത്തെ ഇതിൻ്റെ കാരണം വെച്ചാൽ അവിടെ വിൻ്ററുണ്ട്. നമുക്ക് എല്ലാ സമയവും ഒരേ സമയമാണല്ലോ, നമുക്ക് മഴയാണല്ലോ, അല്ലാതെ വേറൊരു ഒരു വെതർ കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. പക്ഷേ അവിടെ അവരെങ്ങനെയെന്ന് വെച്ചാൽ വിൻ്റർ സമയത്ത് എല്ലാവരും ലേറ്റായിട്ട് വരും, അതേസമയം ചൂട് വരുമ്പോൾ ഭയങ്കര എക്സ്ട്രീം ക്ലൈമറ്റ് ആയതുകൊണ്ടായിരിക്കാം ജേർണലിസ്റ്റൊക്കെ വരുന്നത് ഒരു 12 മണി കഴിയാതെ ആരും വരില്ല. പിന്നെ അവിടെ പത്രസമ്മേളനങ്ങളും ബാക്കിയുള്ളതെല്ലാം 12 മണിക്ക് 1 മണിക്ക് ശേഷമേ ചെയ്യത്തുള്ളൂ, അതിനു മുമ്പ് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ നേരത്തെ പോയപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ബീറ്റ് അല്ലെങ്കിൽ പോലും അവിടുത്തെ ബ്യൂറോ ചീഫ് എന്തായാലും ഇയാൾ വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ വേറെ പണിയില്ലാതെ, അപ്പോൾ എന്ന് പറഞ്ഞ് ചെയ്യുമായിരുന്നു. ഇത് കഴിഞ്ഞപ്പം പിന്നെ പറഞ്ഞു ഇനി അങ്ങനെ ചെയ്യേണ്ട, വല്ലതും ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നോളൂ. അപ്പോൾ ഇത്ര കാലവും പിള്ളേരെ കൂടെ ഒന്നും ഇരുന്നിട്ടില്ല ഞാൻ. എന്നുവെച്ചാൽ ഇവിടെ എല്ലാം മിക്കവാറും സമയങ്ങളിൽ ഈ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ നടക്കുന്ന സമയമല്ലേ. ശരി, ഇപ്പോൾ കുറച്ച് സമയമെങ്കിലും പിള്ളേരുടെ കൂടെയൊക്കെ ഇരുന്നിട്ട് പതുക്കെ ഉച്ചയ്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഊണും കഴിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണമുണ്ട്, ശരിയാണ്. എന്നുവെച്ചാൽ അവിടെ അതിന് ശേഷം മാത്രമാണ് പിന്നെ പ്രസ് കോൺഫറൻസ് ആണെങ്കിലും ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു ലൈഫ് തുടങ്ങുന്നത് 2 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. പക്ഷേ UNAയിൽ അങ്ങനെ അല്ലെങ്കിൽ പോലും എല്ലാവർക്കും ബീറ്റ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ. അപ്പോൾ അവർ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ UNAയിൽ നമുക്ക് അറ്റൻഡൻസ് ഒന്നുമില്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും പോവാം, ജോലി അവരവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം. അപ്പോൾ അത്രയ്ക്ക് ഫ്രീഡം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് UNA. അതുകൊണ്ടാണ് ഞാൻ വേറെ ഒരു സ്ഥലത്തും ജോലിക്ക് പോയിട്ടുമില്ല, ആരും വിളിച്ചിട്ടുമില്ല. പക്ഷെ ഒരു സ്ഥലത്ത് പോയിട്ടുമില്ല. ചില വിളിക്കാത്തതിൻ്റെ കാരണം അവർക്കറിയാം വെച്ചാൽ നമ്മൾ പോകില്ല, അത്രയ്ക്ക് കംഫർട്ടബിളാണ്. യു എൻജോയ് സോ മച്ച് ഓഫ് ഫ്രീഡം. എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോകാം. പക്ഷേ നമ്മളെ ജോലി നമ്മൾ ചെയ്യണം. അപ്പോൾ അതും ഒരു UNA പഠിപ്പിച്ചു തന്ന വലിയൊരു പാഠമാണ്. അപ്പം ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ 2009 UNAയുടെ സ്ഥിതി കുറച്ച് എന്നുവെച്ചാൽ ഈ മീഡിയ ലാൻഡ്സ്കേപ്പ് കംപ്ലീറ്റ് മാറിയല്ലോ. UNAയ്ക്കും PTAയ്ക്കും ഒക്കെ ഉള്ള റിലവൻസ് കുറച്ച് കുറഞ്ഞു വരികയും മറ്റേ വിഷ്വൽ മീഡിയ, ഓൺലൈൻ മീഡിയയുടെ വരവും, അഡ്വൻറ്റ് ഓഫ് വിഷ്വൽ മീഡിയ ആൻഡ് ഓൺലൈൻ മീഡിയ ഒക്കെ വരികയും അങ്ങനെ ഈ ഏജൻസിയുടെയൊക്കെ 2 ഏജൻസിയുടെ ആവശ്യമുണ്ടോ ഒരു പത്രത്തിന്? അവർക്കും ക്രൈസിസ് ഉണ്ട്, പൈസ കൊടുക്കാനില്ല, ഒരു ഏജൻസി പോരെ. എന്തിനാണ് 2 ഏജൻസി വെച്ചിരുന്നത് എന്തെന്ന് വെച്ചാൽ കോമ്പറ്റീഷന് വേണ്ടിയാണ്. ഒരു ഏജൻസി ആകുമ്പം മോണോപ്പൊളി ആകുമ്പം ഒരു നല്ല രീതിയിലുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് ഉണ്ടാകാൻ സാധ്യതയില്ല, ക്വാളിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് 2 ഇത് വരാൻ കാരണം. 25 years PTA മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് UNA 1961 UNA തുടങ്ങുന്നത്. ഞാൻ ജനിച്ച വർഷമാണ്, അന്നാണ് UNA തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രത്യേകതരം ഒരു സിറ്റുവേഷനിലാണ് ഈ മീഡിയ അതാണ് തുടക്കം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോഴത്തെ സ്ഥിതി ഈസ് ടോട്ടലി ഡിഫറൻറ്റ്. അപ്പോൾ അങ്ങനെ മീഡിയയുടെ ഇത് വന്ന് UNAയുടെ സ്ഥിതി എന്താ പറയുക, ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു തുടങ്ങി. അതിന് വേറൊരു കാരണം ഉണ്ടായിരുന്നു. ഞാനൊക്കെ UNAയിൽ 2003 പോകുമ്പം അവിടെ സർപ്ലസ് ഫണ്ടാണ് UNAയിൽ ഉണ്ടായിരുന്നത്. UNAയുടെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷനാണ്, പത്രങ്ങൾ കൊടുക്കുന്ന സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ പത്രങ്ങൾ വിചാരിച്ചു തുടങ്ങി 2 പേർക്ക് എന്തിനാണ് പൈസ കൊടുക്കണം, UNAയ്ക്കും PTAയ്ക്കും എന്തിനാണ് പൈസ കൊടുക്കണം, ഒരാൾ പോരെ. അപ്പോൾ 2 ഏജൻസി ഉണ്ടല്ലോ, ചില ആൾക്കാർ UNA എടുക്കും, ചില ആൾക്കാർ PTA എടുക്കും. അപ്പോൾ അവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ നടന്നോട്ടെ, പക്ഷേ ഞങ്ങൾക്ക് ഇത്രയ്ക്ക് പൈസ ചിലവാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഞങ്ങളുടെ കയ്യിൽ നിന്നും പോയി, കുറേ ആൾക്കാർ PTAയുടെ കയ്യിൽ നിന്നും പോയി. പക്ഷേ PTAയ്ക്ക് അവിടെ എന്താ പറയുക, നല്ല റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. മെയിനായിട്ട് മറ്റേ പാർലമെൻറ്റ് സ്ട്രീറ്റിൽ തന്നെ വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, അതിൽ നിന്നുള്ള റെൻ്റുണ്ട്. അപ്പോൾ UNAയ്ക്കും റവന്യൂ ഉണ്ട്, ഫ്രം റെൻ്റൽ ഇൻകം ഉണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിലും ഹൈദരാബാദിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, ഭോപ്പാലിലും ഒക്കെ സ്വന്തം വലിയ ബിൽഡിങ്സും അതിലുള്ള റവന്യൂ ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇടയ്ക്ക് എന്താ പറയുക, ഒരു വലിയൊരു മീഡിയ ഗ്രൂപ്പ് UNA ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ആ ശ്രമം തുടങ്ങിയതിന് ശേഷം UNAയിലുള്ള എംപ്ലോയീസ്, UNAയിലെ വേറൊരു കാര്യം, UNAയിൽ സ്ട്രോങ് എന്താ പറയുക വർക്കേഴ്സ് മൂവ്മെൻ്റ് ഉള്ളൊരു സ്ഥലമാണ്. ഭയങ്കര സ്ട്രോങ് യൂണിയനുണ്ട്, ജേർണലിസ്റ്റ് യൂണിയനുണ്ട്, നോൺ ജേർണലിസ്റ്റ് എല്ലാം കൂടി ചേർന്നുള്ള ഒറ്റ യൂണിയനുണ്ട്, വലിയൊരു യൂണിയനാണ്. അവരെല്ലാവരും കൂടെ ആ എഫർട്ടിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ കുറച്ചായിട്ട് UNAയുടെ സ്ഥിതി വഷളായിട്ട്, ഫിനാൻഷ്യൽ സ്ഥിതി വഷളായിട്ട് വന്നത്. അപ്പോൾ ആ സമയത്താണ് UNA അന്നും നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നിരുന്നെങ്കിൽ ഞാൻ വിടൂലായിരുന്നു. UNAയിൽ അവിടെ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ പ്രൈം മിനിസ്റ്ററിൻ്റെ കൂടെ പല കൺട്രീസിലും പോകാനും, പിന്നെ വെളിയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പല എന്താ പറയുക, പിന്നെ നാഷണലായിട്ടുള്ള ലീഡേഴ്സിൻ്റെയൊക്കെ പത്രസമ്മേളനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഇത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ AICCയുടെ സെഷൻസ്, പിന്നെ 4-5 സെഷൻസ് എനിക്ക് കവർ ചെയ്യാനുള്ള
ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പ്രൈം മിനിസ്റ്ററിൻ്റെ കൂടെ പോകണമെങ്കിൽ ഞാൻ അവിടെ പോയ സമയത്ത് തൊട്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ. 3 മുതൽ 9 വരെ ഞാൻ സമയത്ത് 2 തവണയും അതിന് ശേഷം 2ാമത് വന്നല്ലോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ ഇപ്പോൾ പോയിട്ടുള്ളത്. ഏകദേശം ഒരു 10 കൺട്രീസോളം ഞാൻ പോയിട്ടുണ്ട്. അവിടെ യു എൻ എയിൽ എല്ലാ ട്രിപ്പിലും പ്രൈം മിനിസ്റ്ററിൻ്റെ കൂടെ എയർ ഇന്ത്യ ഓണിൽ ഒരു യു എൻ എയുടെയും ഒരു PTA-യുടെയും റെപ്രസെൻറ്റേറ്റീവ് നിർബന്ധമായിട്ടുണ്ടാവും. ദൂരദർശനിൽ നിന്നുണ്ടാവും, ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നുണ്ടാവും. ഈ 4ഉം പെർമനൻ്റ് ആയിട്ട് ഒരാളുണ്ടാവും. നമ്മളവിടെ അത് റൊട്ടേഷനിൽ വരും. നമ്മൾ 4-5 പേരുണ്ട് സീനിയേഴ്സ് ആയിട്ടുള്ളവർ. അവർ മാറി മാറി വരും. അപ്പോൾ ഞാനിരുന്ന 6 വർഷത്തിൽ എനിക്കൊരു 10ഓളം ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. പല സ്ഥലത്തും പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഞാൻ അതല്ലേ പറഞ്ഞില്ലേ അന്ന് നമ്മൾ അപ്പോൾ ഒരു ഡിസ്റപ്ഷൻ എപ്പോഴും നല്ലതാണ് ഞാൻ പറയാൻ കാര്യം. അതിന് ശേഷമാണ് എനിക്ക് കുറച്ചുകൂടെ എൻ്റെ വിഷനൊക്കെ ഒന്ന് മാറി തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ പ്രൈം മിനിസ്റ്ററിൻ്റെ കൂടെ പോയി പല കൺട്രീസും അവിടെ പോയാലും ഈ പത്രങ്ങളിൽ നിന്ന് വരുന്നവർക്കും ഏജൻസീസിൽ നിന്ന് വരുന്നവർക്കുള്ള വ്യത്യാസം, നമുക്ക് ഒരു സ്ഥലവും കാണാനോ ഒന്നും പറ്റൂല. രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്നിങ്ങനെ ഓരോന്നും റിപ്പോർട്ട് ചെയ്യണം. ചില നമ്മളെ കൂടെ വരുന്ന പല പത്രങ്ങളിൽ നിന്ന് തന്നെ ജേർണലിസ്റ്റ് ഉണ്ടാവും. അവർ പോലും നമ്മളെ കോപ്പി ആയിരിക്കും എടുക്കുക. നമ്മൾ ഇതിനു വേണ്ടി UNA-യും PTA-യും ഫുൾ ടൈം ഇതിനു വേണ്ടി ഇരിക്കുന്നതല്ലേ, നമുക്കെല്ലാം നമുക്ക് കൊടുത്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് പോയാൽ നമുക്ക് നല്ല പണിയാണ്. സ്ഥലങ്ങൾ ഒരു ദിവസം മറ്റും കിട്ടും, സ്ഥലമൊക്കെ ഒന്ന് കാണാനും ഒക്കെ ലാസ്റ്റിൽ ഒരു ദിവസം മറ്റും കിട്ടും. അതല്ലാതെ നമുക്ക് വേറെ പക്ഷേ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ വേറൊരു ലെവൽ, ഇപ്പോൾ എല്ലാ ജേർണലിസ്റ്റിനും പ്രൈം മിനിസ്റ്ററിൻ്റെ കൂടെ പോകാൻ പറ്റില്ല. ഇപ്പോൾ ആർക്കും പോകാനും പറ്റില്ല. ഇപ്പം മിസ്റ്റർ മോദി കൊണ്ടുപോകുന്നില്ല ആരെയും. അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ വേറെ പ്രത്യേകമായിട്ട് പോയിട്ട് അവിടുത്തെ ഈവൻറ്റ് വേണമെങ്കിൽ കവർ ചെയ്യാം, അതിനുള്ള ഫെസിലിറ്റീസ് കൊടുക്കും. പക്ഷേ എയർ ഇന്ത്യ ഒന്നിൽ തന്നെ കൊണ്ടുപോകുന്നില്ല, ജേർണലിസ്റ്റിനെ കൊണ്ടുപോകുന്നില്ല. പണ്ട് 16 ജേർണലിസ്റ്റിനെ കൊണ്ടുപോകുമായിരുന്നു. അതിൽ UNA-യിലും PTA-യിലും ഉള്ളവർ ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോ കമ്പൽസറി ഉണ്ടാവും. ബാക്കിയുള്ള 12 സീറ്റ് ഇന്ത്യയിലുള്ള വെർണാക്കുലർ മീഡിയ, ഇംഗ്ലീഷ് മീഡിയയിലുള്ളവർ മാറി മാറി റൊട്ടേഷനിൽ കൊണ്ടുപോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ഹൈ പോയിൻ്റ് ഓഫ് ജേർണലിസം എന്നാണ് ഞാൻ അതിനെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. അത് വേറെ ലെവലിൽ എല്ലാവർക്കും പറ്റുന്നതല്ലല്ലോ. ഒരു പ്രൈം മിനിസ്റ്റർ അല്ലേ ഉള്ളൂ, എല്ലാവർക്കും പോകാൻ പറ്റൂല. അപ്പം ചില ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ. എനിക്കെന്തോ ഭാഗ്യവശാൽ അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഒരു സന്ദർഭം പലതവണയും കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അവിടുത്തെ ഇതിലൊക്കെ വേറൊരു വിശേഷം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഡൽഹിയിൽ പോകണമെങ്കിൽ ഞാൻ സീനിയറായിട്ടാണ് പോകുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോൾ പത്രക്കാർക്ക് തോന്നുന്നില്ല ഞാൻ സീനിയറാണെന്നും കുറച്ച് എന്തൊക്കെയാണെന്നൊക്കെ തോന്നുന്നില്ല. അവിടെ പോയപ്പോൾ അതെല്ലാം ടോട്ടലി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം പോയിപ്പോൾ എന്ത് പറയാൻ കാര്യം സീനിയറായിട്ടൊന്നും ഞാനൊക്കെ ചിലപ്പോൾ നമ്മളെ 10 ജൻപത്ത് നമ്മളെ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന സോണിയാഗാന്ധിയുടെ വീടിന് മുമ്പേ, അതും മെയിലൊക്കെ ഉള്ള ചൂടിലാണ്, എന്തെങ്കിലുമൊക്കെ കാണും ബ്രീഫിംഗ്. അകത്ത് നേതാക്കൾ അത് കഴിയുമ്പോൾ വെളിയിൽ വരുമ്പോൾ ബ്രീഫ് ചെയ്യും. നമ്മളൊക്കെ പോയി നിൽക്കണം. അവിടെ പോയി നിൽക്കാതിരിക്കാൻ പറ്റില്ല. ജൂനിയേഴ്സിനൊക്കെ വല്ലതും വിട്ട് കഴിഞ്ഞാൽ പൊളിറ്റിക്കലല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജൂനിയേഴ്സിനെ വിടാൻ പറ്റില്ല. നമ്മുടെ ടീമിൽ കോൺഗ്രസ് കവർ ചെയ്യുന്ന വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ തന്നെ പോകേണ്ടി വരുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ ഇരുന്ന് ആലോചിക്കും, നമ്മൾ ഈ എല്ലാ സ്ഥലത്തും നിങ്ങൾ സീനിയർ ആവും തോറും വേറെ വേറെ ലെവലിലേക്കല്ലേ പോവുക. ഇത് നിങ്ങൾ പിന്നെയും പഴയ സ്ഥലത്തെല്ലാം വന്ന് നിൽക്കുകയാണ്. നല്ല വെയിലത്ത് നടു റോഡിൽ മെയ് മാസം ഡൽഹിയിൽ. അപ്പം പിന്നീട് വിചാരിച്ചു അതിനും ഒരു ഭംഗിയുണ്ട്, എന്തൊരു രസമാണ്. നമ്മൾ എന്തൊരു സീനിയർ ആണെങ്കിൽ എന്താണെങ്കിലും നമ്മളവിടെ റിപ്പോർട്ടിങ്ങിനല്ലേ പോയിരിക്കുന്നത്. നമ്മളെ ജോലിയുടെ ഹൈ പോയിൻ്റാണ് അവിടെ. എന്തായാലും ആ സമയത്ത് റൂളിംഗ് പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി. അപ്പോൾ അവരെടുക്കുന്ന ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ ഫോർ റീച്ചിങ് ഡിസിഷൻസ് അല്ലേ. ചിലപ്പം CWC മീറ്റിംഗ് ആയിരിക്കും അകത്ത് നടക്കുക, അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ വരിക. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ബ്രീഫിംഗ് ചിലപ്പം ഉണ്ടാവും വൈകുന്നേരങ്ങളിൽ. പക്ഷേ വരുന്ന ലീഡേഴ്സൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അല്ലെങ്കിൽ നമുക്ക് അടുപ്പമുള്ള വല്ലവരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡൽഹിയിൽ പോയതിന് ശേഷമാണ്, അതുപോലെ ഡൽഹിയിൽ പിന്നെ ആ സമയത്ത് പിന്നെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ്, അതിൽ രാഷ്ട്രപതി ഭവൻ. അപ്പോൾ അവിടെയുള്ള ഓരോ കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയലും അവിടെ ഉള്ളവരുമായിട്ടുള്ള ബന്ധവും, അപ്പോൾ അതെല്ലാം വരുമ്പോൾ നമുക്ക് ഡെയിലി നല്ല നല്ല സ്റ്റോറീസ്. ആ സ്റ്റോറീസ് എന്ന് വെച്ചാൽ സാധാരണ സ്റ്റോറീസ് അല്ല, നാഷണലായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റോറി. ആ സ്റ്റോറിയിൽ എവരൊന്നും ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും എടുത്തേ പറ്റൂ. അങ്ങനത്തെ സ്റ്റോറീസാണ്. അത് ഒരു സ്ഥലത്തല്ല, എത്രയോ സ്ഥലത്താണ്. ഒരു പത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അയാൾ പത്രത്തിൽ മാത്രമല്ലേ വരത്തുള്ളൂ. പക്ഷേ ഏജൻസിയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് എത്ര പത്രങ്ങളിൽ ഇത് വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനം മെയിൻ ലീഡായിരിക്കാം ചില പത്രങ്ങളിൽ. ചില ജേർണലിസ്റ്റായിട്ട് സ്വന്തം പത്രത്തിൽ അറ്റം വരെ മെയിൻ ലീഡ് കിട്ടാത്ത എത്ര ജേർണലിസ്റ്റ് കാണും ചിലപ്പോൾ. പക്ഷെ നമ്മൾ ഒന്നുമല്ല, പക്ഷെ നമ്മളെ സ്റ്റോറി പല സ്ഥലത്തും മെയിൻ ലീഡായിട്ട് കയറുന്നുണ്ട്. അപ്പം അതെല്ലാം ഒരു കണക്ക് നോക്കുമ്പോൾ ജേർണലിസ്റ്റായിട്ട് ഡൽഹിയിൽ വർക്ക് ചെയ്തതുകൊണ്ടാണ്. ഇപ്പം ട്രിവാൻഡ്രം തിരുനാലും ഇമ്പോർട്ടൻറ്റ് സ്റ്റോറീസൊക്കെ വരും, മെയിൻ സ്റ്റോറീസൊക്കെ വരാറുണ്ട്, വന്നിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ ഡൽഹിയിലിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന സ്റ്റോറികൾ നാഷണൽ ആയിട്ടുള്ള ഒരു റീച്ചുള്ളൊരു സ്റ്റോറികളാണ്, ഇമ്പോർട്ടൻസ് ഉള്ള സ്റ്റോറീസാണ്. അപ്പം നാഷണൽ റീച്ച് അതിനുണ്ടാവും.
അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം കണ്ടാൽ അറിയാം. ഇമ്പാക്റ്റ് റിപ്പോർട്ട് എന്ന് പറയും, നമ്മൾ എല്ലാ സെൻറ്റേഴ്സിൽ നിന്നും വരും. ഇന്നത്തെ മെയിൻ ലീഡ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ, ഹിന്ദുവിലൊക്കെ ഇന്നതാണ്. നോക്കുമ്പോൾ നമ്മൾ കൊടുത്ത സാധനമായിരിക്കും അത്. അപ്പോൾ വളരെ സന്തോഷം തോന്നും നമുക്ക്. 100, 150, 200 പത്രങ്ങളിലായിരിക്കും. ചിലപ്പോൾ ഒറീസയിലുള്ള പത്രത്തിൽ കയറും, ഭുവനേശ്വറിലുള്ള പത്രത്തിൽ കയറാം, ചിലപ്പോൾ കൽക്കട്ടയിലുള്ള പത്രത്തിൽ കയറാം. ഇതെല്ലാം നമുക്ക് ലിസ്റ്റ് വരും. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നോക്കിയാൽ അറിയാം എത്ര സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. പിന്നെ UN പോയതിന് ശേഷം നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യാൻ നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പർട്ടിക്കുലർലി ഈ AICC, AICCയിലൊക്കെ നമ്മളൊരു 10-15 പേര് പോകും. അത് നാഷണൽ ഗെയിംസ്, ഇങ്ങനെ നമ്മളിപ്പോൾ സ്പോർട്സ് നമ്മളെ ഏരിയ അല്ലെങ്കിൽ പോലും സ്പോർട്സ് ചിലപ്പോൾ ചോദിക്കും പോകണമെന്ന് ചോദിച്ചോ, ശരി പോവാം. പുതിയൊരു ഇതല്ലേ, എപ്പോഴും ഒരേ പൊളിറ്റിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് നമുക്ക് വേറൊരു മേഖലയും കൂടെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് സ്പോർട്സിനൊക്കെ പോകാം ചിലപ്പം. അപ്പം അങ്ങനെയുള്ള ഒരു ഇത് UNI ആയതുകൊണ്ട്, ന്യൂസ് ഏജൻസി ആയതുകൊണ്ട് കിട്ടിയതായിട്ടുള്ള നിറയെ എന്താ പറയുക ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ സ്ട്രെയിനും ഉണ്ട്, ബെനിഫിറ്റ്സും ഉണ്ട്. നമുക്ക് പിന്നെ റിലാക്സ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാനോ റിലാക്സ് ചെയ്തിരിക്കാനോ ഡ്യൂട്ടിയിലുള്ളപ്പോൾ പറ്റില്ല. വി ഷുഡ് ബി ഓൺ അവർ ടോസ്. എന്നാലേ നമുക്ക് എന്തെങ്കിലും നമുക്കൊരു ജസ്റ്റിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ചെയ്യുന്ന പണിക്ക്. UNIയുടെ സ്ഥിതി വഷളായി വരുന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പം എന്നുവെച്ചാൽ എനിക്ക് UNI വിട്ട് പോകണമെന്ന് ഒരിക്കലുമില്ല. എന്നുവെച്ചാൽ എനിക്ക് ബിസിനസ് തുടങ്ങാനോ ഓൺട്രപ്രനർ തുടങ്ങാനുള്ള ആഗ്രഹമൊന്നും അങ്ങനെ ഒന്നും കൊണ്ട് നടക്കുന്ന ആളൊന്നും ആയിരുന്നില്ല എനിക്ക് കൂടുതൽ ഈ പബ്ലിക് സർവീസും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നപ്പോഴും അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ഇത് സാഹചര്യങ്ങൾ എന്നെ അതിലേക്ക് തള്ളിവിട്ടു എന്ന് പറയുന്നതാണ് സത്യം. അല്ല ഞാൻ മാനസികമായിട്ട് ഒരു ഐഡിയയും കൊണ്ട് നടന്ന്. പക്ഷേ എൻ്റെ അടുത്ത് എല്ലാവരും പണ്ട് പറയുമായിരുന്നു, പർട്ടിക്കുലർലി നമ്മൾ ഹിന്ദുവിൽ ഫ്രണ്ട് ലൈനിലുണ്ടായിരുന്ന കൃഷ്ണകുമാറുണ്ട്, പിന്നെ അങ്ങനെ കുറേ ഫ്രണ്ട്സ് പറയുമായിരുന്നു, നീ സമയം വേസ്റ്റ് ആക്കാതെ എന്തെങ്കിലും സ്വന്തമായിട്ട് നല്ലൊരു കാര്യം എന്തെങ്കിലും തുടങ്ങാൻ പറയും എൻ്റെ അടുത്ത്. ചില യുവർ എ ഗുഡ് ഓൺട്രപ്രനർ, എന്തെങ്കിലും തുടങ്ങൂ, യു വിൽ ബി സക്സീഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. കൃഷ്ണകുമാർ അതിൽ ഒരാളാണ്. അതിൽ പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്. പക്ഷേ എന്നാലും എനിക്ക് അതിലേക്കൊന്നും എൻ്റെ മനസ്സ് ഞാൻ അങ്ങനെ ഇരുത്തി നോക്കിയിട്ടില്ല. അങ്ങനെ വലിയ ഒരു എന്താ അംബീഷ്യസ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റോ അങ്ങനെയുള്ളൊരു ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സാഹചര്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ ചെയ്തപ്പോഴും എന്താ ട്രൈ ചെയ്യണത്, എന്ത് ട്രൈ ചെയ്യണം. ചില ബിസിനസ് ഫാമിലി അല്ല, ആർക്കും ബിസിനസ് ഇല്ല, കുടുംബത്തിലും ആർക്കും ഇല്ല, പിന്നെ എനിക്കറിയുന്ന ഫ്രണ്ട്സിലും വലിയ ബിസിനസ്സുകാരൊന്നും ഇല്ല ബിസിനസ് പഠിക്കാൻ. അപ്പോൾ എന്തായാലും നോക്കാം എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്നത് തുടങ്ങാം. അങ്ങനെ ഒരു 25 വർഷം, അതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ UNIയിൽ ജോയിൻ ചെയ്ത് 25 വർഷം ആകുന്ന നവംബർ 8-ാം തീയതി ഞാൻ റിസൈൻ ചെയ്തു. അന്ന് UNIയിൽ 25 വർഷമായി. അന്ന് റിസൈൻ ചെയ്തിട്ട് അന്ന് തന്നെ ഒരു പെൺകുട്ടിയെ അവിടെ UNIയുടെ ലോണിൽ തന്നെ വച്ച് ഇൻ്റർവ്യൂ ചെയ്തു. ഷീബ എന്നാണ് എൻ്റെ ആദ്യത്തെ ഒരു സ്റ്റാഫിൻ്റെ പേര്. ഷീബയെ ഇൻ്റർവ്യൂ ചെയ്തു. ഷീബ മാത്യു, ഡൽഹിയിൽ. ഒന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഓഫീസില്ല ഒന്നുമില്ല, എൻ്റെ വീട് തന്നെയാണ് ഓഫീസ് തുടങ്ങിയത് ഡൽഹിയിൽ. ഞാൻ അന്ന് ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്, സൗത്ത് ഡൽഹിയിൽ. അപ്പോൾ എടുത്തു. അപ്പം റിസൈൻ ചെയ്തു വന്നു. ഭയങ്കര സങ്കടമായിരുന്നു. വെച്ചാൽ 25 വർഷം ജോലി ചെയ്തൊരു സ്ഥാപനമില്ലേ, അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നു. പിന്നെ അടുത്ത എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല. എന്തായാലും ഒരു മീഡിയ കൺസൾട്ടൻസി, അത് PR കമ്പനിയായിട്ടല്ല എൻവിസേജ് ചെയ്തത്, ഒരു മീഡിയ കൺസൾട്ടൻസി തുടങ്ങണം. എല്ലാവരും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അവരുടേതായിട്ടുള്ള കൺസൾട്ടൻസി ചെയ്യുന്നുണ്ട്, അഡ്വക്കേറ്റ്സിന് അവരെ കൺസൾട്ടൻസി ഉണ്ട്, പിന്നെ പല മേഖലകളിലും കൺസൾട്ടൻസി ഉണ്ട്. നമുക്കതൊരു മീഡിയ കൺസൾട്ടൻസി, അല്ലാതെ PR കമ്പനിയായിട്ടല്ല, മീഡിയ കൺസൾട്ടൻസി. ഇതിൽ PR ഞാൻ UNIയിൽ ഇരുന്നപ്പോൾ എനിക്ക് തോന്നാൻ കാരണം, ഞാൻ പറഞ്ഞല്ലോ ടൂറിസമൊക്കെ കവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതെല്ലാം പല സ്ഥലങ്ങളിലും ഹോട്ടൽസും അല്ലാതെയും ഇവർക്കെല്ലാം PR ഏജൻസീസ് ഉണ്ട്. അപ്പം അവരുടെ കയ്യിൽ നിന്നെല്ലാം കിട്ടുന്ന കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, പ്രസ് റിലീസസ്, പ്രസ് നോട്ട്സ്, ഇതെല്ലാം നോക്കുമ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒന്നിനും നേരെ ചൊവ്വ എഴുതുന്നതല്ല. അതിൻ്റെ മെയിൻ ലീഡ് എന്ന് പറയുന്നത് അവരുടെ പ്രസ് റിലീസിൻ്റെ ഏറ്റവും താഴെയായിരിക്കും ചിലപ്പം കിടക്കുക. അല്ലെങ്കിൽ ഒരു വലിയൊരു കഥ പറഞ്ഞ് ന്യൂസ് കിടക്കുന്നത് ഇടയ്ക്കായിരിക്കും. അത് ചിലപ്പോൾ ഫുള്ളായിട്ട് കാണൂല, ചിലതിന് ഒരു കണക്ഷനും കാണില്ല. അപ്പോൾ അങ്ങനെ അതൊരു നന്നായിട്ടൊരു പ്രസ് റിലീസ് ഉണ്ടാക്കി ഒരു കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയൽ ഉണ്ടാക്കി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മീഡിയ കൺസൾട്ടൻ്റ് ആയിട്ട് അവിടെ ഒരു ഗ്യാപ്പുണ്ട്. നല്ലൊരു കണ്ടൻറ്റോട് കൂടിയുള്ള നല്ല സ്ട്രെങ്ത് ഉള്ള കണ്ടൻറ്റ് PR മേഖലയിൽ ഞാൻ പറയാൻ കാര്യം അന്ന് PR-ലേ ഉള്ളൂ. നമുക്കൊരു മീഡിയ കൺസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒന്ന് ചെയ്താൽ അതിന് സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി.
അത് തോന്നാൻ കാരണം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള പ്രസ് റിലീസസ്, ഞാൻ ഡൽഹിയിൽ ഇരുന്നപ്പോൾ ഇവിടെയൊക്കെ പ്രസ് റിലീസസ് കിട്ടുന്ന മലയാളത്തിലാണ്. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ നമ്മൾ പിന്നെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടാറുണ്ട്, PRD എന്ന്. ചില വലിയ ന്യൂസ് ആണെങ്കിൽ അവർ 4 പാര 3 പാരയിൽ നിർത്തും, ഇല്ലേ? അതിൻ്റെ മുകളിൽ ഉണ്ടാവില്ല, ചെറുതായിട്ട് നിർത്തും. വലിയ വലിയ സാധനം തന്നെ. പിന്നെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ കൺസേൺ ആൾക്കാരെ വിളിച്ച് നമുക്ക് കൂടുതൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട്. അതും പിന്നെ കേരളത്തിനെ സംബന്ധിച്ചോളാണെങ്കിൽ മലയാളം മാത്രമേ കിട്ടുള്ളൂ, ഇംഗ്ലീഷ് കിട്ടൂല, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടൂല. എൻ്റെയൊക്കെ മെയിൻ പണി അന്ന് വൈകുന്നേരം 6 മണിയാകുമ്പോൾ നമ്മൾ ആ മെസ്സഞ്ചർ പോയിട്ട് പ്രസ് ക്ലബ്ബിൽ നിന്ന് പ്രസ് റിലീസ് എടുത്തുകൊണ്ട് വരും. അത് നോക്കിയിട്ട് കൊള്ളാമെന്നുള്ള വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചിരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ റെഡി ടു യൂസ് ആയിട്ടുള്ള മലയാളവും ഇംഗ്ലീഷും കൊടുത്താൽ ജേർണലിസ്റ്റിനെ അത് സഹായിക്കുകയും ചെയ്യും. അതേസമയം അത് എടുക്കാനുള്ളൊരു പ്രചോദനം ജേർണലിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാവും. അത് ക്ലയൻറ്റിനെ സപ്പോർട്ട് ചെയ്യും. അതാണ് എനിക്കുണ്ടായ ഒരു ബേസിക് ആയിട്ടുണ്ടായ ധൈര്യം. പക്ഷേ അതും എത്രത്തോളം സക്സസ്ഫുൾ. നമ്മളിപ്പം എന്താ പറയുക, ജേർണലിസത്തിൽ നിന്ന് ജേർണലിസ്റ്റായിട്ട് ഇരുന്നിട്ട് ഒരു ഓൺട്രപ്രനർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഞാൻ വലിയ സക്സസ്ഫുൾ ആയി എന്നല്ല ഞാൻ പറയുന്നത്, ഒന്നുമില്ലെങ്കിലും ഒരുവിധമെങ്കിലും സക്സസ് ആവാൻ പറ്റിയതെന്നുള്ള വെച്ചാൽ അതിൽ ഇതുപോലത്തെ എന്താ പറയുക ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക പോയിൻറ്റ്സ് നമുക്ക് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനെ എൻറിച്ച് ചെയ്യാൻ നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി. പിന്നെ വീട്ടിൽ നിന്നാണ് ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പം പിന്നെ ഇതിന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ള ചോദ്യം പലരും ചോദിക്കാറുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. എനിക്കന്ന് പിന്നെ PF നിന്ന് യുവിന് വിട്ടപ്പം കിട്ടിയ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അതും വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടിൽ ആപ്പാടെ ഉള്ളത് കുറച്ച് PF ആണ്, അതും കൂടെ എടുത്ത് കഴിയുമ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ അത് അവിടെ ഉണ്ട്. പക്ഷേ അത് ധൈര്യമാണ്, എന്തെങ്കിലും വന്നാലും PF ഉണ്ടല്ലോ, ബാക്കി നോക്കാം. പക്ഷേ എന്തായാലും ഡൽഹി വിടാൻ തീരുമാനിച്ചിട്ടില്ല. പിള്ളേരവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡൽഹിയിൽ തുടരണമെങ്കിൽ പൈസ വേണ്ടേ? എങ്ങനെ? അപ്പോൾ ഇതിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും വേണം. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ 8-ാം തീയതി നവംബർ 8, 2009 ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പാർലമെൻറ്റ് സ്ട്രീറ്റിൽ പോയി ഒരു അക്കൗണ്ട് തുടങ്ങി. അതാണ് കമ്പനിയുടെ ലോഞ്ച്. അന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഒരു പെൺകുട്ടിയെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു സ്റ്റാഫായിട്ട് എടുക്കാൻ വേണ്ടി, ഷീബ മാത്യു. അവരെൻ്റെ കൂടെ ഒരു 5 വർഷം ഉണ്ടായിരുന്നു. എന്നിട്ട് വൈകുന്നേരം അക്കൗണ്ടും തുടങ്ങി, കമ്പനി ലോഞ്ച്, ആദ്യത്തെ സ്റ്റാഫുമായി. അങ്ങനെയാണ് നവംബർ 8-ാം തീയതി തുടങ്ങുന്നത്. അതങ്ങനെ തുടങ്ങി വന്നപ്പം ആദ്യത്തെ ക്ലയൻറ്റ് ഇന്ന് നമ്മളെ വെസ്റ്റ് ബംഗാൾ ഗവർണറായിട്ടിരിക്കുന്ന ഡോക്ടർ CV ആനന്ദ ബോസ്. അദ്ദേഹം വന്ന് നാഫെഡിൻ്റെ MD ആയിരുന്നു. അപ്പോൾ വളരെ നല്ല പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയിട്ട്. അവൻ പറഞ്ഞു എനിക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് നാഫെഡിൻ്റെ ഒരു ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചു. പിന്നെ എന്താ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം പോയി കണ്ടു, എല്ലാം ചെയ്തു, കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ 6 മാസത്തെ കോൺട്രാക്റ്റ് പുള്ളി തന്നു. അത് ചെയ്തു. ആദ്യത്തെ 1 മാസത്തെ പൈസ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ 6 മാസം ചെയ്തിട്ട് ഒരു പൈസയും കിട്ടിയില്ല. അപ്പം തന്നെ അറിയാമല്ലോ, പൈസ കിട്ടാത്ത വേറൊന്നും കൊണ്ടല്ല. അവിടെ വേറൊരു ചെയർമാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ വേറെ ആരെയോ കൊണ്ടുവരാൻ ശ്രമിച്ചെന്നോ എന്തോ സംതിങ് ഹാപ്പൻ. അപ്പോൾ മാനന്തവാ സാർ വിചാരിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പണ്ട് പൈസ കിട്ടിയില്ല. അപ്പം ആദ്യത്തെ ക്ലയൻറ്റിൽ നിന്ന് പൈസ ഇല്ല, മതിയല്ലോ. അതോടുകൂടി ഇനിയിപ്പോൾ ഒരാൾക്ക് ഇതെല്ലാം കളഞ്ഞിട്ട് പോകാനുള്ള വേറെ ഒരു റീസണും വേണ്ട. പക്ഷേ ഞാൻ വെച്ച് നോക്കാം, കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് വേറൊരു ക്ലയൻറ്റ് കിട്ടി. ആ ക്ലയൻറ്റും ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഈ ബിൽഡ് ചെയ്യുന്നത് ആദ്യം വേറെ ഒരാളെ എടുത്തു, പിന്നെ വേറെ ആളെടുത്തു. അങ്ങനെ എടുത്ത് വന്ന് അങ്ങനെ 2011 ഒരു വലിയൊരു ഒരു ഈവൻറ്റ് ലണ്ടനിൽ നമ്മളെ കേരള ടൂറിസം ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇങ്ങനെ അത് ഒന്ന് ചെയ്യാൻ പറ്റുമോ. അത് ലണ്ടനിലാണ്, സാച്ചി ആർട്ട് ഗാലറിയിലാണ് ലോഞ്ച് ചെയ്യുന്നത്. ഒരു ആഡ് ഫിലിം, നമ്മളെ കേരള ടൂറിസ്റ്റിൻ്റെ 3 മിനിറ്റ് ആഡ് ഫിലിം. അപ്പോൾ ചെയ്യാമോ എന്ന് ചോദിച്ചു. ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ചെയ്തു. പക്ഷേ സംഭവം വളരെ സക്സസ്ഫുള്ളായി. 3 മിനിറ്റ് ഫിലിമിന് അന്ന് ഒരുവിധപ്പെട്ട എല്ലാ പത്രങ്ങളിലും അത് യോ മൊമെൻ്റ് ഈസ് വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആഡ് ഫിലിമാണ്. നമ്മളെ ഡോക്ടർ വേണു, നമ്മളെ ചീഫ് സെക്രട്ടറി ആയിരുന്നില്ലേ, വേണു സാറും മിസ്റ്റർ ശിവശങ്കർ, ഇവർ രണ്ടുപേരുമാണ് ഡയറക്ടറും സെക്രട്ടറി ആയിട്ടിരുന്ന സമയം. അത് 3 മിനിറ്റ് ആഡ് ഫിലിം സ്റ്റാർക്ക് കമ്മ്യൂണിക്കേഷൻസാണ് അത് ചെയ്തത്. അപ്പം അത് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് നല്ല കാലമാണ്. ഏതാണ്ട് സമയം എല്ലാം നന്നായിട്ട് വന്നാൽ എല്ലാം നന്നാവുമെന്ന് പറഞ്ഞു. അന്ന് അത് എന്തെങ്കിലും കുഴപ്പം പറ്റിയിരുന്നെങ്കിൽ പിന്നെ വേറെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട. പക്ഷേ അത് ഭയങ്കരമായിട്ട്
നാഷണലായിട്ട്. പക്ഷേ അന്ന് ഉണ്ടായിരുന്ന എല്ലാ പത്രങ്ങളും ഉണ്ടായിരുന്ന എല്ലാവരും എനിക്ക് അറിയുന്ന ആൾക്കാരാണ്, എല്ലാ പത്രങ്ങളിലും ഫീച്ചേഴ്സിലും അതിലും ഇതിലൊക്കെ. അപ്പോൾ എല്ലാവരും ഈ പടത്തിനെ കുറിച്ച് അര പേജ്, ഒരു പേജ്, എക്കണോമിക് ടൈംസിലൊക്കെ ഒരു ഫുൾ പേജ്, അര പേജ് വന്നു. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഫുൾ പേജോ മറ്റോ വന്നു. ഇന്ത്യൻ എക്സ്പ്രസ് ആ സമയത്ത് ഇന്ത്യൻ റെയിൽവേസ് ഒരു ആഡ് ഫിലിം ഇറക്കിയിരുന്നു, അതും ഇതും കൂടെ ചേർത്ത് കമ്പയർ ചെയ്തിട്ടാണ് ഒരു പേജ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പം ഹ്യൂജ് കവറേജ്. അപ്പോൾ മനസ്സിലായി, നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കും. ദിസ് ഈസ് ഹൗ വി വിൽ ഹാവ് ടു വർക്ക്. അപ്പോൾ ഒരു സ്ട്രാറ്റജി എങ്ങനെയോ നാച്ചുറലായിട്ട് തന്നെ എനിക്ക് കിട്ടി. നമുക്ക് സ്ട്രാറ്റജിയിൽ മെയിൻ സ്ട്രാറ്റജി ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനത്തിനെ എങ്ങനെ സെല്ല് ചെയ്യുന്നു, അതാണ് ആദ്യം. ഇതെങ്ങനെ പിച്ച് ചെയ്യണം, പിച്ചിങ് എന്ന് പറയും PR-ൽ. കറക്റ്റാണ് പിച്ച് ചെയ്യണം. ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒരു ജേർണലിസ്റ്റിന് നല്ല സാധനം കിട്ടിയ ഏത് ജേർണലിസ്റ്റാണ് കൊടുക്കാത്തത്? അപ്പോൾ ആ ജേർണലിസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സാധനം എന്താണ് എന്ന് പറഞ്ഞ് പിച്ച് ചെയ്യണം. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു സാധനം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഡിസ്കസ് ചെയ്ത്, ഇൻറ്റേർണലായിട്ട് ഡിസ്കസ് ചെയ്ത്, നമുക്ക് PR ടീമുണ്ട്, അപ്പോൾ അവരുടെ അടുത്ത് പറയും, കണ്ടൻറ്റ് ടീമുണ്ട്, അപ്പോൾ പറയും ഇതാണ് പോയിന്റ്, ഇത് വെച്ച് പിച്ച് ചെയ്യും. പിച്ച് ചെയ്യുമ്പോൾ ചിലർ പറയും യെസ് വി ക്യാൻ കം. നമ്മളിപ്പോഴും കേരള ടൂറിസത്തിനും അതിനും ഇതിന് പല ക്ലയൻസിനുമൊക്കെ ഇപ്പം ഇതുണ്ടായിരുന്നു. ഇപ്പം എന്താ പറയുക, ഇൻവെസ്റ്റ് കേരള ഞങ്ങളാണ് ഹാൻഡിൽ ചെയ്തത്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് സക്സസ്. കവറേജ് എന്ന് വെച്ചാൽ നാഷണൽ ലെവലിലുള്ള എല്ലാ ജേർണലിസ്റ്റും വന്നിരുന്നു, ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. എല്ലാം നമ്മൾ പിച്ച് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് 2 ദിവസത്തെ ഈവൻ്റാണ്, പക്ഷേ അത് നിങ്ങൾ എങ്ങനെ പിച്ച് ചെയ്യുന്നു. പിന്നെ വന്നു കഴിഞ്ഞാൽ ജേർണലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ എങ്ങനെയാണ് ഒരു ന്യൂസിലേക്ക് നയിച്ചു കൊണ്ടുപോവുക. ന്യൂസ് വേണ്ടേ? അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ടക്കുന്ന് ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ കേരളത്തിൻ്റെ അകത്ത് നിന്ന്? അപ്പോൾ എന്താണ്, ആരാണ് ന്യൂസിലുള്ളത്, എന്താ ന്യൂസ്, ഇതൊക്കെ നമ്മൾ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ജേർണലിസ്റ്റ് ചെയ്യും. അപ്പോൾ ജേർണലിസ്റ്റ് ഞാൻ പറഞ്ഞത് ഒന്ന് നല്ല മെറ്റീരിയൽ കൊടുക്കുക, റെഡി ടു യൂസ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊടുക്കുക. അവർക്ക് അതിൽ സംശയങ്ങളൊന്നും വരാൻ പാടില്ലാത്ത രീതിയിൽ ചെയ്തു കൊടുക്കുക, നല്ല ലാംഗ്വേജിൽ കൊടുക്കുക, തെറ്റില്ലാതെ കൊടുക്കുക. പിന്നെ അടുത്തത് വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് പിച്ച് ചെയ്യുക. ഇത് രണ്ടും ചെയ്താൽ ജേർണലിസ്റ്റ് എടുക്കും. പക്ഷേ ജേർണലിസ്റ്റൊന്നും പർട്ടിക്കുലർലി കേരളത്തിൽ നിന്ന് അവർക്ക് വേറെ ഒരു താല്പര്യമില്ല. അവർക്ക് നല്ല ന്യൂസ് കിട്ടിയാൽ തേക്കും. ഡൽഹിയിലും അങ്ങനെയാണ്, നല്ല ന്യൂസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെടുത്തിരിക്കും. അതിന് കണക്കായിട്ടുള്ള ഇത് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് എൻ്റെ സ്ഥാപനത്തിൽ ഒരു അറ്റ്ലീസ്റ്റ് 30% ആൾക്കാർ ഫാർമർ ജേർണലിസ്റ്റാണ്. അതിൽ പലരും എൻ്റെ കൂടെ ജോലി ചെയ്തവരും. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എല്ലാ സ്ഥലത്തും യങ്ങായിട്ടുള്ള ആൾക്കാരെടുക്കുമ്പോൾ നിങ്ങളവിടെ മാത്രം നിങ്ങൾ എന്താണ് പിന്നെ റിട്ടയർ ചെയ്ത ആൾക്കാരെയും പിന്നെ അങ്ങനെയുള്ള എന്താ പറയുക നിങ്ങളെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നവരെയൊക്കെ എടുക്കാൻ കാരണം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ ഇതേ ഉള്ളൂ, വെച്ചാൽ ഈ അന്നുണ്ടായിരുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അവർക്ക് അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഇത് ട്രെയിൻഡാണ്. ഞാൻ ഒന്നും ട്രെയിൻ ചെയ്യണ്ട. ഇന്നിപ്പോൾ ഒരു ആളെ എടുത്ത് ഞാൻ ട്രെയിൻ ചെയ്ത് എത്ര സമയം എടുക്കും? അവരുണ്ട് നമ്മളെ കൂടെ, അവരും ട്രെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ രണ്ടും കൂടെ ഈ എന്താ പറയുക മെച്യൂരിറ്റി ഉള്ള ജേർണലിസ്റ്റും ഇപ്പോഴുള്ള കബ് റിപ്പോർട്ടേഴ്സ് ആയിട്ടുള്ളവരും അവർ രണ്ടുപേരും കൂടെ വെച്ചിട്ട് ഉള്ള ഒരു ഇതാണ് നമ്മൾ നോക്കേണ്ടത്, ബാലൻസിങ് ആണ്. അപ്പോൾ അവർ ആ കുട്ടികൾ ഇപ്പോൾ അവർ നമ്മൾ മറ്റവരെ കൂടെ ഇരുന്നിട്ട് അവരും പഠിച്ച് അവരും എടുക്കരായി. എല്ലാ സ്ഥലത്തും അങ്ങനെയാണല്ലോ ചെയ്യുക, പത്രങ്ങളിൽ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ആ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ സ്ഥാപനത്തിന് ഞാൻ ഇട്ട പേരെന്ന് പറഞ്ഞാൽ MD നീഷ് എന്നാണ്. MDNICH, MD നീഷ്. അപ്പോൾ അത് ഇടാൻ കാരണം വെച്ചാൽ MD എന്ന് പറഞ്ഞാൽ അതൊരു എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു റീസണാണ്. അതിപ്പോൾ പറയാമോ വേണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പേഴ്സണൽ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ എൻ്റെ ജനനവും എൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മണ്ടക്കാട് എന്ന് പറയുന്ന ആ വില്ലേജിനെ ചുറ്റിപ്പറ്റിയുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. അപ്പോൾ അത് തന്നെയാണ് ഈ MD എന്ന് പറയുന്നത്. MD എന്ന് പറയുന്നത് മണ്ടക്കാട്ട് ദേവി എന്നാണ്. അപ്പോൾ അത് എന്താ പറയുക സ്പിരിച്വലായിട്ടുള്ള പേഴ്സണൽ റീസണാണ്. പക്ഷേ അത് എനിക്ക് വല്ലാതെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു ധൈര്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ധൈര്യമാണ്. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ചെറുതിലേ ഉണ്ടായിരുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു പരിണാമമാണ് ഈ MD നീഷ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ പലരും ചോദിക്കുന്നത് ജർമ്മൻ കമ്പനി വല്ലതും ആണോ എന്ന്. അപ്പോൾ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് നമ്മളിട്ട ഒരു കമ്പനിക്ക് അങ്ങനെ ഒരു പേര്, അങ്ങനെ ഒരു ഫീലിംഗ് എങ്കിലും ഉണ്ടായല്ലോ ആൾക്കാർക്ക്, ഇല്ലേ? തീരെ എന്താ പറയുക കൊള്ളാത്തൊരു പേരല്ലല്ലോ. ചില പലരും ചോദിക്കുന്നത് ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു പേരാണല്ലോ MD നീഷ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് സംഭവം, ഒരു യുണീക്കാണല്ലോ. അപ്പോൾ പലരും ഞങ്ങൾക്ക് അയക്കുന്നത് എന്താ പറയുക സുരേഷ് MD നീഷ്, ചില MD മാനേജിംഗ് ഡയറക്ടർ നിഷ്, അങ്ങനെയാണ് ചിലർ അയക്കുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം കൺഫ്യൂഷനൊക്കെ തീർന്നു, ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. ചില അത് ആ പേര് എന്നെ എന്താ പറയുക എൻ്റെ ഈ ജേണിയിൽ ആ പേരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആ വിശ്വാസത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു സ്ട്രോങ് പോയിൻ്റ്.
അത് തന്നെയാണ് എൻ്റെ കൂടെ എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് എന്താ പറയുക, ചിലർക്ക് അത് വിശ്വസിക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും അത് എനിക്ക് നല്ലൊരു സ്ട്രെങ്തും തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ഒരു എന്താ പറയുക ഫീലിംഗ് പലപ്പോഴും ഉണ്ടായിട്ടുമുണ്ട്. യു ഫീൽ ചിലപ്പോഴൊക്കെ ഇത് നടക്കൂല എന്നൊക്കെ വിചാരിക്കണത് നടക്കുകയില്ല എന്ന് വിചാരിക്കുന്നത് നിഷ്പ്രയാസം നടക്കും. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ എഫർട്ടാണല്ലോ, എഫർട്ടും ഹാർഡ് വർക്കും പിന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചും പറയാതിരിക്കാൻ പറ്റില്ല. ഏതൊരു സ്ഥാപനവും രക്ഷപ്പെടണമെങ്കിൽ നന്നാവണമെന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വലിയ റോളുണ്ട്. റൈറ്റ് പീപ്പിൾ, ഐ ഗോട്ട് ദ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം. എൻ്റെ അടുത്ത് വന്ന ആൾക്കാരെല്ലാം റൈറ്റ് പീപ്പിളായിരുന്നു. അത് അവർ റൈറ്റ് ടൈമിൽ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നില്ല, വന്ന പലരും പോയി. ചില ആൾക്കാരുടെ കൂടെ തന്നെ ഉണ്ട്. ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രം ഓഫീസിൽ അജി കുമാർ എന്ന് പറഞ്ഞ് അജിയുണ്ട്. അജി എൻ്റെ കൂടെ തുടങ്ങിയ കാലം തൊട്ടുണ്ട്. പിന്നെ നമ്മളെ മിസ്റ്റർ കരീം രവിയുണ്ട്, അത് എൻ്റെ കൂടെ തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഉണ്ട്. പിന്നെ കൊച്ചിയിൽ ഒരു സ്മിത ശ്രീനിവാസൻ, അവർ ഡൽഹിയിലാണ്, ഇപ്പോൾ കൊച്ചിയിലാണ് ഇരിക്കുന്നത്. ഡൽഹിയിൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പ്. അവരൊക്കെ എന്താ പറയുക എൻ്റെ കൂടെ ആദ്യം തൊട്ടേ ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് പലരും വന്നു, പലരും പോയി. പക്ഷേ ഓരോ തവണയും വന്നും പോയവരെല്ലാം അവരായിട്ടുള്ള കോൺട്രിബ്യൂഷൻ സ്ഥാപനത്തിന് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ഞാൻ ചെയ്തതല്ലല്ലോ, എല്ലാവരും ഓരോരുത്തരും വരുന്ന ആൾക്കാർ അവർ എന്താ പറയുക, ഞാൻ എന്താ ആലോചിക്കാറുണ്ട്, ചിലർക്കൊക്കെ ചില കാര്യങ്ങളിൽ ഒരു പ്രത്യേകതരം ഒരു ഇതുണ്ട്, ഒരു എന്താ പ്രാവീണ്യമുണ്ട്. അപ്പം അവരത് നമുക്ക് തന്നിട്ട് പോവുകയാണ്. പക്ഷേ അവരിപ്പോഴും എല്ലാവരും MD നിഷ് എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഇതാണ്. പിന്നെ ചിലരൊക്കെ നമ്മളെ ഇവിടെ ജോലി ചെയ്ത പലർക്കും പിന്നെ PRDയിലും PIBയിലും ഒക്കെ ജോലി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ജോലി ചെയ്തതെന്നുള്ള പേരിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ഒരു സ്ട്രോങ് പോയിന്റ് അല്ലേ. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചോളം നമ്മളിപ്പോൾ എന്താ അഹങ്കാരത്തിൽ പറഞ്ഞതല്ലെങ്കിലും MD നിഷ് ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. PR അല്ല, മീഡിയ കൺസൾട്ടൻസി എന്നാണ് ഞങ്ങൾ പറയാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അത് PR ആയിട്ടാണ് എല്ലാവരും ഇത് വിശേഷിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു ഏജൻസി ആയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇനി വരുന്ന കാലങ്ങളിൽ കുറച്ചുകൂടെ ഇപ്പം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയും അതിലൊക്കെ ഇപ്പം വന്നു. ഇനിയിപ്പോൾ അത് പുതിയതായിട്ട് എങ്ങനെയൊക്കെയാണ് ഇത് എവോൾവ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലോ. മീഡിയ ലാൻഡ്സ്കേപ്പ് മാറിക്കൊണ്ടിരിക്കുകയില്ലേ. ഇപ്പം കൺഫ്യൂഷനിലാണ്, ഉപയോഗിക്കണോ വേണ്ടോ, ഇപ്പം നമ്മൾ നോക്കട്ടെ എന്ന് വെച്ചിട്ടിരിക്കുന്നു എന്നുള്ളേ ഉള്ളൂ. പിന്നെ ചിലർ പറയുന്നു അത് നമ്മൾ പലതും നോക്കിയിട്ട് അതെല്ലാം അത്ര ശരിയാവുന്നില്ല, ഒരു ഒറിജിനാലിറ്റി വരുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ചിലപ്പം കണ്ടൻറ്റൊക്കെ കൂടി വരുമ്പോൾ ഒരു കാലത്ത് ഒറിജിനാലിറ്റിയൊക്കെ വരും, അപ്പം ചിലപ്പം മാറേണ്ടി വരുമായിരിക്കും. നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ റീലൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ എന്താ പറയുക MD നിഷിൻ്റെ ആ ജേണിയിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ക്യാമ്പയിനായിരുന്നു കൊച്ചി മുസരീസ് ബിനാലയ്ക്ക് വേണ്ടി ചെയ്തൊരു ക്യാമ്പയിൻ. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അതൊരു MD നിഷ് എന്നൊരു സ്ഥാപനം അതിലേക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ 2012 ആദ്യത്തെ ഇത് വരുന്നത്, ഫസ്റ്റ് എഡിഷൻ വരുമ്പം തന്നെ അത് അനൗൺസ് ചെയ്തു. അപ്പം നമ്മളില്ല, അപ്പോൾ നമ്മളെ അടുത്ത് അവർ വന്നിട്ടില്ല. അപ്പം അവർക്ക് മീഡിയ ഏജൻസി വേറൊരു ഫോറിൻ മീഡിയ ഏജൻസിയാണ് അവർ വെച്ചിരുന്നത്. പക്ഷേ അത് വെച്ചു, അവർ തുടങ്ങി വന്നു. ഇപ്പോൾ ഇത് തുടങ്ങുന്നത് ഡിസംബർ 12, 2012, അത് 12/12/2012 ഫസ്റ്റ് എഡിഷൻ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുന്നു, ധാരാളം ഒരു ഫോറിൻ ഏജൻസിയൊക്കെ ആണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ വന്ന് ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ ബിനാലയ്ക്കെതിരായിട്ട് ഭയങ്കരമായിട്ടുള്ള പത്രവാർത്തകളും കുറേ ആൾക്കാർ ബിനാലയ്ക്ക് എതിരായിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്കൊരു കോൾ വന്നു. അന്ന് ഈ ബിനാലയുടെ മെയിനായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ മിസ്റ്റർ റിയാസ് കോമുവും പിന്നെ മിസ്റ്റർ ബോസ് കൃഷ്ണമാചാര്യയുമാണ്. അപ്പോൾ അവർ പിന്നെ സബിൻ ഇക്ബാൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്, അദ്ദേഹം ജേർണലിസ്റ്റായിട്ടിരുന്നാണ് ഗൾഫിലൊക്കെ, ഇപ്പോൾ ഇവിടെ ഉണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ അദ്ദേഹം വിളിക്കുന്നു, ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ എന്ത് പറ്റി? അതിങ്ങനെയാണ്, നിങ്ങളൊന്ന് ബിനാലയെ ഏറ്റെടുക്കണം. ചില ബിനാലയിൽ നിന്ന് ഇപ്പം കല്ലേറ് കൊണ്ട് ഇരിക്കാൻ വയ്യ എല്ലാവരും. ചില കല്ലേറ് കൊണ്ട് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ബിനാലെ എന്താണെന്നുള്ളത് ഇവർ പറഞ്ഞു കൊടുത്തിട്ടില്ല ആർക്കും ബിനാലെ എന്താണെന്ന് അറിഞ്ഞൂടാ. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ആരും എന്താ വെനീസ് ബിനാലല്ലോ അവിടെ ഒന്നും പോയിട്ടില്ലല്ലോ, ആർക്കും അറിഞ്ഞൂടാ ബിനാലെ എന്താണെന്നുള്ള, ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ ഇവരിത് എന്താണെന്നുള്ള പറയുന്ന രീതിയിൽ പറഞ്ഞില്ല. അപ്പോൾ 1-2 വലിയ അറിയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ വേറെ രീതിയിലുള്ള എന്താ പറയുക കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അങ്ങനെ ഗവൺമെൻറ് വരെ എതിരായി, ബിനാലയ്ക്ക് എതിരായി. ഇവർക്ക് ആദ്യം ഗവൺമെൻറ് എന്തോ കുറച്ച് പൈസ കൊടുത്തിരുന്നു. അപ്പോൾ ആ പൈസ അത്രയും ഇവർ ദൂർത്തടിച്ചു എന്നൊക്കെ പറഞ്ഞത്. ആ പൈസ ദൂർത്തടിച്ചതൊന്നും അല്ല, ആദ്യത്തെ ബിനാല നടത്തണമെങ്കിൽ പിന്നെ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണ്ടേ. അപ്പോൾ അവരെ കാണാൻ പോയതിൻ്റെയൊക്കെ എക്സ്പെൻസസ് ആണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ആൾക്കാരെ മിസ്ലീഡ് ചെയ്ത് ഇതൊരു എന്താ പറയുക നടത്തിക്കൂടാന്നുള്ള രീതിയിലുള്ള ഒരു ഇത് വന്നു. അപ്പോൾ നമ്മളടുത്ത് വന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, മിസ്റ്റർ ഫൈസൽ ഖാൻ, അദ്ദേഹം ജേർണലിസ്റ്റാണ്. ആർട്ടിനെ കുറിച്ച് അദ്ദേഹം കാൻ ഫെസ്റ്റിവലും അവിടെ കാൻ ഫെസ്റ്റിവലൊക്കെ എല്ലാ കാൻ ഫെസ്റ്റിവലിലും കവർ ചെയ്യുന്നതാണ്.
നമ്മൾ മരിച്ചുപോയ ഷാജി സാറിൻ്റെയൊക്കെ വലിയ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് കാനലിൽ പോയിട്ടുണ്ട്. ഞാൻ ഷാജി സാറും ഫൈസലും ഒക്കെ ഒരുമിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഒന്ന് പറയണം എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി പോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ടീമായിട്ട് സംസാരിച്ചു. അന്ന് പിന്നെ എൻ്റെ കൊച്ചി ടീമും, കൊച്ചിയിലെ ഓഫീസുണ്ട്, എന്നിട്ട് ട്രിവാൻഡ്രത്തെ ഓഫീസുണ്ട്, ഡൽഹിയിലെ ഓഫീസുണ്ട്. നമ്മൾ തീരുമാനിച്ചു നോക്കാം, ഏറ്റെടുക്കാം ചാലഞ്ച്. ശരി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഏറ്റെടുത്തു. അവർക്ക് സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഏറ്റെടുത്തപ്പോൾ നമ്മൾ ആദ്യം നോക്കിയപ്പം ഇത് വല്ലാത്തൊരു പുലിവാലാണ്. ആദ്യം നമ്മളൊരു പ്രസ് റിലീസൊക്കെ കൊടുക്കുന്നു, ആരും എടുക്കുന്നില്ല. ഫസ്റ്റ് ഡേ കൊടുത്തു, ആരും എടുക്കുന്നില്ല. സെക്കൻഡ് ഡേ എടുത്തു, ആരും എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, പക്ഷെ നിറയെ കണ്ടൻ്റ് ഉണ്ട്. അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ ആർട്ടൊക്കെ എഴുതാൻ അറിയുന്ന ആൾക്കാർ 2 പേരുണ്ട്. അപ്പോൾ അവർ പർട്ടിക്കുലർലി UN ഉണ്ടായിരുന്ന ആൾക്കാരാണ്. എൻ്റെ കൂടെ UN അവർ UN ആർട്ടും പിന്നെ കൾച്ചറും ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നവരാണ്. അപ്പോൾ അവർക്ക് നന്നായിട്ട് ആർട്ട് അറിയാം, കൾച്ചറും അറിയാം, എഴുതാനും അറിയാം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം നമ്മൾ വിചാരിച്ചു ഇപ്പം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ടേൺ അറൗണ്ട് ചെയ്യാതെ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യ ദിവസം കുറേ എണ്ണം കൊടുത്തു, 2ാം ദിവസം കൊടുത്തു, 3-ാം ദിവസമായപ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി. ഇവിടെ എന്തൊക്കെയോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും പ്രസ് റിലീസ് വരുന്നത്? 3 പ്രസ് റിലീസൊക്കെയാണ് കൊടുക്കണം ഒരു ദിവസം, 4 പ്രസ് റിലീസൊക്കെ ആർട്ടിസ്റ്റിനെ കുറിച്ചും അവരെ വർക്കിനെ കുറിച്ചും എങ്ങനെയാണ്. അപ്പോൾ അവരൊക്കെ വിചാരിച്ച് എന്തൊക്കെയോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു നോക്കി. അത് കഴിഞ്ഞപ്പോൾ എന്തോന്നു ആൾക്കാർക്ക് മനസ്സിലായി ഇത് ഇവിടെ നടക്കണ അത്രയും നുണ പ്രചരണമാണെന്നും. എല്ലാവരും വിചാരിച്ചത് ഈ ബിനാലെ എന്ന് പറയുന്നത് ഈ വെളിയിലുള്ള ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ഇവിടെ എന്താ പറയുക ഈ വലിയ വിൽപ്പനയൊക്കെ നടത്തി അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകാനും ഒക്കെ ഉള്ള ഒരു പരിപാടിയൊക്കെ ആണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ വിൽപ്പനയേ ഇല്ല. അപ്പം ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് എന്താണ് ബിനാലെ എന്ന് പറഞ്ഞു കൊടുത്ത് വന്നപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇതൊരു വലിയ സംഭവമാണെന്ന്. ഗവൺമെൻറ്റിന് പോലും അറിഞ്ഞുകൂടിയായിരുന്നു. നമ്മൾ പലപ്പോഴും അന്ന് മിസ്റ്റർ ഉമ്മൻചാണ്ടിയാണ് അന്ന് ചീഫ് മിനിസ്റ്റർ, അദ്ദേഹത്തിനെ പോലും ഞങ്ങളൊക്കെ കണ്ടു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മീഡിയ ആയതുകൊണ്ട് പുള്ളിയായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് പറഞ്ഞു ഇത് വിചാരിക്കുന്ന പോലും അല്ല, തരികട ഒന്നുമല്ല, ഇത് വലിയ സംഭവമാണ്. ഈ കോണ്ടംപററി ആർട്ട് മേഖലയിൽ ഇതൊരു വലിയ സംഭവമായിട്ട് വരികയാണ്, സഹായിക്കേണ്ടത്. അങ്ങനെ ഇദ്ദേഹം പോരെന്ന് വരെ അന്ന് വിജയരാഘവൻ സാറൊക്കെയാണ് കൂടുതൽ സഹായിച്ചത്. നമ്മുടെ വിജയരാഘവൻ സാറല്ലേ, അദ്ദേഹം ഒക്കെയാണ് കൂടുതൽ സഹായിച്ചത് അവരെ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം അതിൻ്റെ ഇനോഗ്രേഷന് പോയി, മിസ്റ്റർ ഉമ്മൻചാണ്ടി പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റിൽ കവറേജ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എല്ലാ പല പത്രങ്ങളും നമ്മളവിടെയുള്ള പിന്നായപ്പോൾ നമ്മളിവിടെയുള്ള പത്രങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ കൊടുക്കുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻ മീറ്റിലും എല്ലാവരും കരിയും, നന്നായിട്ട് കരിയും. പിന്നെ വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു. ഇന്നിപ്പം അറിയാമല്ലോ, ഇന്ന് ബിനാലെ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്ത ആ ബിനാലേക്ക് ചെയ്ത ആ വർക്കിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു സേബർ എന്ന് പറഞ്ഞ വലിയൊരു അവാർഡുണ്ട്, ഇൻ്റർനാഷണൽ അവാർഡ്. ആ അവാർഡ് ഞങ്ങൾക്ക് കിട്ടി. അതായത് അത് അവർ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ പിന്നെ ബെസ്റ്റ് PR എന്നാണ് കിട്ടിയ അവാർഡ്. അത് ഞങ്ങൾക്കൊരു വലിയൊരു എന്താ പറയുക, ഞങ്ങളെ കിട്ടിയ വലിയൊരു അംഗീകാരമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ പേര് സുകുമാരൻ നായർ എന്നാണ്. പിന്നെ എൻ്റെ അമ്മ B. ലളിത, അവിടെ 2 ഹൗസ് വൈഫാണ്. അച്ഛൻ ഞാൻ പറഞ്ഞൊരു നേരത്തെ ടീച്ചറായിരുന്നു. പിന്നെ കുറേ ജേർണലിസവും ചെയ്തിരുന്നു. പിന്നെ എനിക്ക് 5 ബ്രദേഴ്സ്, 3 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സുമാണ്. അവരെല്ലാം ഇപ്പം മണ്ടക്കേട്ടത്തിൽ തന്നെ ഉണ്ട്. പിന്നെ എൻ്റെ ഫാമിലി ഇപ്പോൾ ഡൽഹിയിലാണ്. എൻ്റെ വൈഫ് രശ്മി ശിവറാം എന്നാണ്. ജേർണലിസമൊക്കെ കഴിഞ്ഞതാണ്. പ്രസ് ക്ലബ്ബിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം കഴിഞ്ഞതാണ്. പിന്നെ ഇപ്പം എൻ്റെ ഓഫീസിൻ്റെ കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 2 ആൺകുട്ടികളാണ്, രാം അരവിന്ദ്, രാം വിശാഖ്. 2 പേരും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിൽ അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് 2 പേരും ഡൽഹിയിൽ ജോലി ചെയ്യുന്നു.